പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പെട്ടെന്ന് ഫയറാകുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനപരമായ ഒരു ബിഹേവിയറുണ്ട്. ഉടമ്പടിയുടെ പെട്ടെന്ന് ഫയറാകുന്ന, പെട്ടെന്ന് ദീപ്തമാകുന്ന ഉടമ്പടിക്ക് അതിൻ്റെ ആധാരത്തിൽ ഒരു ബേസിക് ആയിട്ടുള്ള ബിഹേവിയറുണ്ട്. ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? പെരുമാറ്റം. നിങ്ങൾക്ക് ഉടമ്പടി പെട്ടെന്ന് ഉടമ്പടിയിലേക്ക് ചാലുവാകണമെങ്കിൽ ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി വിഹിതമായ ഒരു പെരുമാറ്റം കരുപ്പിടിപ്പിക്കാൻ ശ്രദ്ധയുണ്ടാകണം, അറ്റൻഷൻ. സഭാപ്രസംഗിയാണ് 5:1. വായിച്ചോളൂ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഭാപ്രസംഗകൻ 5:1. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. കാര്യം അറിയാതെ ആചാരങ്ങൾ കാണിക്കുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണം എന്ന് പറയുന്നത്. കാര്യം അറിയാൻ പാടില്ലാതെ അനുഷ്ഠാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അതാണ് പറയണത്. ഒന്നൊരു വായിച്ച ഭാഗം. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. കാര്യം അറിയാതെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പങ്കെടുക്കുന്നത് വിഡ്ഢിത്തമാണ്. അവരുടെ അത്തരം കാര്യമറിയാതെയുള്ള ഇടപാടുകളേക്കാൾ നല്ലത് ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ്. ഇപ്പോൾ തുടങ്ങിയത് എങ്ങനെയാണ്? ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ദേവാലയത്തിൽ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ജോജി എന്നും പറഞ്ഞുള്ള ഒരു മകൻ്റെ, തൃശ്ശൂർക്കാരനാണ്, അവൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു. അത് ഇത്തിരി മുതിർന്ന ആളാണ്, അവനെന്ന് പറയാൻ പറ്റത്തില്ല, ഇത്തിരി പാകതയുള്ള കുടുംബനാഥനാണ്. തന്നെ എനിക്കിഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ മെച്യൂരിറ്റിയാണ്. അതാണ് ബിഹേവിയർ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ബിഹേവിയർ എന്ന് പറയത്തില്ലേ, നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാണെന്ന് ദൈവത്തിന് തോന്നണം. സൂക്ഷ്മത, അതായത് ഭയങ്കര, അതായത് എനിക്ക് ഉടമ്പടി എടുത്തിട്ട് ഒരു 3 മാസം ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടും പ്രത്യേക അടയാളമൊന്നും കിട്ടിയില്ല എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയണപ്പോഴും നിങ്ങളിനി ഇത് ഇവിടെ വരേണ്ട കാര്യമില്ലെന്ന് പറയും. എന്താ ഞാൻ പറയത്തുള്ളൂ, വരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കഥ അറിയാതെ ആട്ടം കാണുകയാണ്. എന്തൊക്കെ എഴുതി കൊണ്ടുവന്ന് കെട്ടിത്താത്തുമ്പോൾ എന്തോ സംഭവം നടക്കുമെന്ന് വിചാരിച്ചതിൻ്റെ വിട്ടുവേഷം കെട്ടുകയാണ്. അങ്ങനെ വിട്ടുവേഷം കെട്ടാൻ്റെ സ്ഥലമല്ല ഇത്. ഇത് സത്യമായ ദൈവത്തെ ജീവിതം കൊണ്ട് അന്വേഷിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഈ സ്ഥലം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ മനുഷ്യൻ അതിജീവിച്ചൊരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അതിജീവിച്ച സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ബോധമാണ് വേണ്ടത്. ഇപ്പോൾ സഭാപ്രസംഗി 5:1 ദേവാലയത്തിലൂടെ ചെല്ലുമ്പോൾ സൂക്ഷ്മതയുള്ളവനാണെന്ന് പറയുമ്പോൾ ആ സൂക്ഷ്മതയ്ക്കുള്ള അർത്ഥം എന്താണ്? പല അർത്ഥങ്ങളുണ്ട്. ശ്രദ്ധ എന്നുള്ള അർത്ഥമാണ് അറ്റൻഷൻ. അത് അതിൻ്റെ കൂടെ ഉള്ളൊരു വ്യാഖ്യാനമായിട്ട് വരുന്നുണ്ട്.
അതായത് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാളും കാര്യങ്ങൾ അറിയാതെ അഭ്യാസം കാണിക്കുന്നവരുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കാളും നല്ലത് ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലണതാണ്. പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം, അത് കേൾക്കണം. അത് കേട്ടാൽ മാത്രം പോരാ, അതിൽ നടപ്പിൽ വരുത്തണം. നമ്മൾ കേൾക്കണത് എന്തിനു വേണ്ടിയാണ്? ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യാനാണ്, നടപ്പിൽ വരുത്താനാണ്. ഞാനെന്താ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ഒരു വലിയമ്മച്ചി ഇവിടെ അച്ഛനെ കാണാൻ വന്നിട്ട് കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാനോട് പറഞ്ഞ് നിങ്ങളുടെ ഉടമ്പടി ഓക്കെ അല്ലെന്ന് പറഞ്ഞ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതൊരു എന്താണ്, എല്ലാവരും വന്ന് ഉടമ്പടി ചെയ്യുന്നു, അതനുസരിച്ചൊക്കെ അവർക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്, രോഗികളൊക്കെ പോയി കാണുന്നുണ്ട്, അങ്ങനെ പത്രമൊക്കെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉടമ്പടി ഓക്കെ അല്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരിതൊക്കെ ഒരു അനുഷ്ഠാന ക്രമം പോലെ, അങ്ങനെ ചട്ടപ്പടി പ്രോഗ്രാം പോലെ പ്രോഗ്രാമായിട്ട് ചെയ്ത് മാറ്റുകയും, ഈ പ്രോഗ്രാം ക്രിസ്ത്യൻസിന് അല്ലെങ്കിൽ അങ്ങനെ പ്രോഗ്രാമായിട്ട് ഈ ഉടമ്പടി ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യുന്നത് അതായത് എല്ലെ കൊള്ളാത്തൊരു പരിപാടിയാണ്. അത് തൊലിപ്പുറത്തുള്ള പരിപാടിയാണ്. നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ പകുതി ചെയ്യും. ഇവിടുന്ന് എന്താണ് പറയണത്, അതെങ്ങനെ കുറക്കാവുന്ന ആൾക്കാർ നോക്കത്തുള്ളൂ അല്ലേ. പാലം കിടന്നാലും ചാടിപ്പോകാൻ സ്ഥലം കൊണ്ട് ആൾക്കാർ ചാടിയിലേ പോകത്തുള്ള കാര്യമില്ലേ. ഒരു ചെറിയ തോടാണെന്ന് വിചാരിച്ചു. മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പാലം ഉണ്ടാകും കൂടെ. പാലം കിടന്നാലും ആൾക്കാർ നോക്കണത് കടക്കാൻ പറ്റിയ വെള്ളമേ ഉള്ളെന്നുണ്ടെങ്കിൽ ചാടിക്കിടക്കും. പാലത്തിന് എങ്ങനെ കട്ട് ഷോട്ട് ചെയ്യാമെന്ന് നോക്കത്തുള്ളൂ. അത് ആൾക്കാരുടെ ബിഹേവിയറിലുള്ള ഒരു പ്രശ്നമാണ്. എങ്ങനെ പെട്ടെന്ന് ലളിതമായിട്ട് തീർക്കാൻ പറ്റുമെന്ന്. ഈ ഒരു ബിഹേവിയറിസം പെരുമാറ്റ ശൈലി ഉടമ്പടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ശ്ലോകത്തിൽ കഴിക്കാൻ പറ്റുമെന്ന് നോക്കും. കഴിക്കാൻ പറ്റത്തില്ലെന്നല്ല പ്രശ്നം. ഉടമ്പടി വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ വിഷയത്തെക്കാളുപരി നിങ്ങളുടെ സബ്ജക്റ്റ് വൈസായിട്ടുള്ള നിങ്ങളുടെ വിഷയത്തെക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, പുതിയ ഓഡിയൻസിനെ എപ്പോഴും കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ഉടമ്പടി അടിസ്ഥാന പ്രമാണങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആദ്യകാല ധ്യാനങ്ങൾ കൂടണം. ഇപ്പം അടിസ്ഥാന പ്രമാണമൊന്നും പറയണില്ലല്ലോ. ഉടമ്പടി ഒത്തിരിയേറെ മച്ചുറായത് കാരണം ഈ ഗ്രോത്ത് റിട്രീറ്റുകളാണ് നടക്കുന്നത്. അതായത് 3 പുതുക്കിയവർക്ക് 4 പുതുക്കിയവർക്കുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യമായിട്ട് നമസ്തേ എന്നും പറഞ്ഞ് വന്ന് ഉടമ്പടി എടുക്കുന്നവർക്ക് വേണ്ട സംഭവങ്ങൾ ഇപ്പോൾ കിട്ടണില്ല. കാര്യം റിപ്പറ്റീഷൻ വരണതുകൊണ്ടാണ്. അതിപ്പോൾ നിങ്ങൾ പുതിയ ആൾക്കാരെന്താ ചെയ്യേണ്ടത്? പുതിയ ആൾക്കാർ പഴയ ധ്യാനങ്ങൾ കൂടണം. ഇതുമായിട്ട് രക്ഷപ്പെട്ടു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പഴയ ധ്യാനങ്ങൾ കൂടണം. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നല്ലൊരു കാലഘട്ടമാണ്. പണ്ട് പഴയ ധ്യാനങ്ങൾ കൂടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 കൊല്ലം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരണം, അത് റെക്കോർഡ് ചെയ്ത് എടുത്തുകൊണ്ട് പോകണം, അത് പണ്ട് CD ആക്കണം, CD പ്ലെയറിലിട്ട് കേൾക്കണം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം മൊബൈലിൽ എല്ലാ സംഭവമുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ പഴയ ധ്യാനം കിട്ടും. അപ്പോൾ നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം സാങ്കേതികത കാരണം ഒത്തിരി വളർന്ന കാരണം ഇത് വളരെ ഫെദർ ടച്ച്, ഫിംഗർ ടച്ചിലായിട്ടുണ്ട്. ഇന്ന് തൊട്ടാൽ മതി കിട്ടും. പക്ഷെ തൊടാനുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ചില ആൾക്കാർക്ക് രാവിലെ ഉടമ്പടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രാവിലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പിന്നെ ഉടമ്പടി മറന്നു പോകും. മറവി ക്രിസ്ത്യാനി ഭയങ്കരമാണ്, മറവി മനുഷ്യർ ഭയങ്കരമാണ്. രാവിലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, പറ്റുമെങ്കിൽ അച്ഛൻ്റെ ആ ഡെയിലി ബ്രെഡെന്ന് കൂടും. പിന്നെ ആ ദിവസം ചിലപ്പോൾ ഒന്നും ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലർ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലും. ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കി ഈ ഉടമ്പടി ഒരു ജീവിത രീതി ആയത് കാരണം ഈ പകലാണിത് ഉടമ്പടി മുഴുവനും ഉടമ്പടി ഒരു ജീവിതമാണ്. അപ്പം നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. എന്താണ്
എൻ്റെ മക്കൾ കേൾക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞു. സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. നിങ്ങൾ ഒത്തിരി കാര്യം എഴുതിയിടണമല്ല പ്രശ്നം, എഴുതിയിടേണ്ട ഇരട്ടി നടക്കും. പക്ഷേ നിങ്ങൾ ആ ഉടമ്പടിയുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്നറിയാവോ? ഉടമ്പടിയുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഉടമ്പടിയിലാണ്. ഒന്ന്, നമ്മൾ ഉടമ്പടിയിലാണെന്ന് നമ്മളെ തന്നെ ആദ്യം ഒന്ന് ബോധ്യപ്പെടുത്തിയെടുക്കണം. അതിന് വലിയ പാടാണ്. രണ്ടാമത്, ഉടമ്പടിയിലാണെന്നുള്ളത് ദൈവത്തെ ബോധ്യപ്പെടുത്തിയെടുക്കണം. അത് കുറച്ചുകൂടി എളുപ്പമാണ്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒന്നാമത്തെ എന്താണ്? നമ്മൾ ഉടമ്പടിയിലാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയെടുക്കണം. അത് പാടാണ് ശരിക്കും. കാര്യം നമ്മൾ പ്രത്യക്ഷ പ്രാർത്ഥന രാവിലെയുള്ള കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പല രീതിയിൽ കെയർലെസ് ആയിട്ടൊക്കെ മൂവ് ചെയ്യുകയും അതിന് നമ്മൾ പലതരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരുമായിട്ടല്ല ഇൻട്രാക്ട് ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ അവൻ തന്തയ്ക്ക് വിളിക്കുമ്പോൾ നമുക്ക് അവൻ്റെ തള്ളക്ക് വിളിക്കാൻ തോന്നും. അതൊക്കെ ഉള്ളത് ഇതിൻ്റെ അകത്ത് ഉള്ളൂ വരും. അപ്പോൾ ഇയൊക്കെ കോൺഷ്യസ് അല്ലേ, അയാൾ ഉടമ്പടിയിലാണെന്നുള്ളവൻ ഇത് ബോധമല്ല. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ വിഷയം. പണ്ട് ഇപ്പം നമ്മൾ കള്ളത്തരം പറഞ്ഞ് ജയിക്കുമായിരുന്നു ചിലയിടത്തൊക്കെ. അപ്പം ലേഡീസിന് ഭയങ്കര അപകടമാണ്. ലേഡീസിനെ വെച്ചുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും നാൾ നിങ്ങൾ ലേഡീസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന പറയരുത്. പക്ഷെ നിങ്ങളുടെ രക്തത്തിലുള്ള സാധനം എന്നില്ല ഒരു സാധനം പുരുഷന്മാർക്കും ഉണ്ടത്, പക്ഷെ ലേഡീസിന് കൂടുതലാണ്. അത് നിങ്ങൾ നിങ്ങളുടെ ഭാഗം കറക്റ്റാണെന്ന് പറയാൻ വേണ്ടി കള്ളത്തരങ്ങൾ പറയും നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി തരികിട കാര്യങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ബ്രേക്കായില്ലേ? അപ്പം തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ നാത്തുനുമായിട്ട് ഒരു വഴക്ക് ഒരു സംസാരം ഉണ്ടായി, ഇത് നിങ്ങൾ സ്റ്റാൻഡ് എടുത്ത് അപ്പോൾ മറ്റുള്ളവർ കൂടെ നിൽപ്പുണ്ടെങ്കിൽ ആ നിങ്ങളുടെ സ്റ്റാൻഡ് പൊട്ടയാണെന്ന് കാണുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഷെയിമായത് കാരണം നിങ്ങൾ കള്ളത്തരങ്ങൾ പറയും. കള്ളത്തരങ്ങൾ പറഞ്ഞ് പൊലിപ്പിച്ച് പറയും, പെരുപ്പിച്ച് പറയും, സത്യവിരുദ്ധമാക്കും. കാര്യം ഒരു വിഷയത്തിൻ്റെ സത്യമുണ്ട്, പിന്നെ ആ സത്യത്തിൻ്റെ പൊലിവ് രൂപങ്ങളുണ്ട്. സത്യത്തിൻ്റെ പൊലിപ്പിച്ച രൂപങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെച്ച് കെട്ടി പറയും. ഏച്ച് കെട്ടിക്കഴിഞ്ഞാൽ മുഴച്ചിരിക്കും. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം സത്യത്തിൻ്റെ പൊലിവ് രൂപങ്ങൾ, അത് നുണയാണ് ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഇല്ലാത്ത കാര്യം നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വലിപ്പത്തിൽ പറയും. അതെല്ലാം ലേഡീസിന് കുറേ പ്രശ്നങ്ങളുള്ളതാണ് ഇതിൻ്റെ അകത്ത്. നമ്മളറിയാതെ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സത്യം ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ടെന്നും അപ്പോൾ നമ്മൾ ഉടമ്പടി ബ്രേക്ക് ചെയ്യുന്നതോടെ നമുക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് ആദ്യത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉടമ്പടിയിലാണെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തി എടുക്കുന്നതാണ് ആദ്യത്തെ റിസ്ക്. അത് ഒരു നല്ല പരിശീലനത്തിലൂടെ ഉണ്ടാകത്തുള്ളൂ. നല്ല പരിശീലനത്തിലൂടെ, അതായത് ഉടമ്പടി ഒരു ബോധമാണ് ശരിക്കും ആദ്യമേ. അതുകൊണ്ടാണ് സഭാപ്രസംഗം 5:1 പറയുന്നത് എന്താണ്? ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ നീ സൂക്ഷ്മതയുള്ളവനാവുക. അതൊരു ബോധമാണ്, കോൺഷ്യസ് ആണ്. ഇപ്പം പുതിയ ഉടമ്പടിക്കാരായാലും പുതുക്കിയ ഉടമ്പടിക്കാരായാലും എപ്പോഴും ഒരു കോൺഷ്യസ് ഫോം ചെയ്യണം. ഈ കോൺഷ്യസ് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി കാശുരൂപം നെഞ്ചത്ത് കെട്ടി തന്നിരിക്കുന്നത്. പിടികിട്ടിയ? ഇനി കുറേ നേർച്ച വസ്തുക്കളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ നേർച്ച വസ്തുക്കളുടെ എല്ലാ ഉപയോഗവും ഇതിലെ ഒരു കാരണം നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ള കാര്യം നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തിയെടുക്കേണ്ടതാണ്. അത് വിശ്വാസ പ്രയോഗത്തിനുള്ളതാണ് എല്ലാം. ഈ സംഭവങ്ങളെല്ലാം വളരെ ചിട്ടയായിട്ടും അടുക്കായിട്ടും ഭംഗിയായിട്ടും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്നതിൻ്റെ കാര്യം അതാ. കാര്യം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയും പക്കാ ഫോർമുലയാണെന്ന് പറയും. അതെന്താ? ഞാൻ അച്ഛനായിട്ട് 40ഓളം കൊല്ലമായല്ലോ. ഇത്രയും നാൾ പഠിക്കണ കാലത്ത് കൃത്യമായിട്ട് 10 കൊല്ലം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്നും പഠനം ഞാൻ നിർത്തിയിട്ടില്ല. ഒരു കാലത്തും ഞാൻ പഠനം നിർത്തിയിട്ടില്ല. എൻ്റെ മുറി മുഴുവൻ ബുക്കുകളാണ്. ലൈബ്രറി വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ആയിരക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ എല്ലാ കൊല്ലവും മേടിച്ച് കൂട്ടുകയും ചെയ്യും. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോഴും പഠനങ്ങൾ വരുമ്പോഴും അതെല്ലാം ശ്രദ്ധിക്കുകയും അപ്ഡേഷൻ നടത്തുകയും ചെയ്യും.
അതിങ്ങനെ മുഴുവൻ നിങ്ങൾക്കിങ്ങനെ കൊട്ടത്തങ്ങ പോലെ ഞാൻ എഴുതി പൂളി തരത്തില്ല. അതിനെ അസിമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സത്യാവശങ്ങൾ പരിശോധിക്കും. അപ്പോൾ ഒരു നിരന്തര പഠനത്തിലാണ്. ഈ ഒരു തീഷ്ണത നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഉടമ്പടിയിലൂടെ നിങ്ങൾ ജീവിക്കുകയും പഠിക്കുകയും ചെയ്യാൻ. നിങ്ങളെ പലരും എടുക്കുന്നത് ഡിസ്പോസിബിൾ ഉടമ്പടിയാണ് എടുക്കുന്നത്. ഡിസ്പോസിബിൾ ഉടമ്പടി, ഡിസ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലേ, ഇപ്പം നിരോധിച്ചിട്ടുണ്ട് ഗവൺമെൻറ് അല്ലേ. ഇപ്പം നിരോധിച്ച ഡിസ്പോസിബിൾ ഗ്ലാസ്, അത് കാപ്പി കുടിച്ചിട്ട് ഗ്ലാസ് എടുത്ത് കളയും, എറിഞ്ഞ് ഡിസ്പോസ് ചെയ്ത് കളയും. അത് പല ആൾക്കാരും വഴിയിലാണ് കളയുന്നത്. ഇതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് കുറേ ആൾക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ IELTS മറ്റേ PR മാത്രം എടുത്തിട്ട് ഉടമ്പടി കളയും. ഡിസ്പോസിബിൾ ഉടമ്പടി പുതിയ അങ്ങനെ കുറേ അവതാരങ്ങളുണ്ട്. ഭയങ്കര മുതലുകളല്ല വന്നത്, ഉടമ്പടി എടുക്കാൻ വരുന്നതല്ലേ. എന്നുവെച്ചാൽ ഡിസ്പോസിബിൾ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ അവിടെ ഇപ്പം പരീക്ഷ റിസൾട്ട് വരാൻ പോകുന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞു, ശരി, അവർക്ക് റാങ്ക് കിട്ടി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ബാക്കി ഉടമ്പടി കളയും. ആ റിസൾട്ട് മാത്രം എടുക്കും. ചായ കുടിച്ചൊരു ഗ്ലാസ് കളയും. അതിനാണ് ഡിസ്പോസിബിൾ ഉടമ്പടി എന്നും. ഇതിൻ്റെ വിഷയമെന്ന് പറയണത് ഉടമ്പടി ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ ഡിസ്പോസ് ചെയ്താലും കടമായിട്ട് നിൽക്കും. അത് കാര്യം എന്താണ്? ഉടമ്പടി ചെയ്യണത് മാറ്റമില്ലാത്ത ഒരാളുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പനും അമ്മയാണെന്ന് പറഞ്ഞാലും മരിക്കുമ്പോൾ തീരും. ഇത് തീരത്തില്ല. അപ്പനും അമ്മയാണെന്ന് മരിക്കുമ്പോൾ തീരുമല്ല. മരിക്കുമ്പോൾ തീരുമെന്നുള്ള കാര്യം നിങ്ങൾ പറയൂ, മരിക്കുമ്പോൾ തീരത്തില്ല അച്ഛാ. അപ്പം മരിച്ചതിൻ്റെ ഓർമ്മ ഇപ്പോഴും ഉണ്ടാവും. ശരി, പക്ഷേ ആത്മക്കാണ്ട ദിവസമൊന്നും ചെല്ലാം സെമിത്തേരി. ഒരു പൂച്ചക്കളിയും കാണത്തില്ല, പിറ വർദ്ധിക്കുക. ഒരു സ്വർഗസ്ഥനായ പിതാവ് എല്ലാം കാണത്തില്ല. അത് ഈ വെറുതെ ഈ അഭ്യാസം 30-നും കുഴിയാഴ്ചയ്ക്കും 41-നൊക്കെ വെറുതെ പോകണ്ടാണേ. അതെനിക്കറിയാം. ഞാൻ അത് കാരണം അത് മൈൻഡ് ചെയ്യത്തില്ല. എത്ര കരഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. എനിക്കറിയാം ഈ അഭ്യാസമൊക്കെ 6 മാസത്തേക്ക് ഉള്ളതെന്ന്. പിന്നെ അപ്പൻ്റെ മരിച്ചതിന് ഡേറ്റ് പോലും മറന്നു പോകും. ഇപ്പം വിളിച്ചു വെച്ചാൽ അത് ഓരോരുത്തരും വിളിച്ചു, എൻ്റെ അപ്പൻ എന്നാ മരിച്ചു വെച്ചാൽ ഡേറ്റ് അത് ഏത് വർഷമാണ് മരിച്ചത് അറിയാൻ പോലെ. പക്ഷെ അങ്ങനെ ഒരു ഡിസ്പോസിബിൾ ആളുമായിട്ടും അല്ല. അപ്പം വരെ ഇപ്പം ഡിസ്പോസിബിൾ ആണെന്ന് മനസ്സിലായില്ലേ, കളഞ്ഞു, ഓർമ്മ പോലും പോയി, മരിച്ചത് എന്നാന്ന് പോലും അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരാളുമായിട്ടല്ല നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മാറ്റമില്ല എന്ന് ഈശോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ആകാശവും ഭൂമിയും കടന്നു പോട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 24:35. ആകാശവും ഭൂമിയും കടന്നു പോകും. ആകാശവും ഏറ്റു പറഞ്ഞ് ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. അപ്പോൾ വചനങ്ങൾ കടന്നു പോകുകയില്ല എന്ന് പറയുമ്പോൾ കർത്താവ് അവൻ പറയണ പോലെ നമ്മൾ ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കണേ. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്തവനുമായിട്ടാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയങ്ങൾ മാറിയാലും ഉടമ്പടി ജീവിതത്തിന് പിന്നെയും നിലനിൽപ്പും പ്രസക്തിയും ഉണ്ട്. ദൈവത്തോടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കണം എന്നുള്ളൊരു ബോധമാണ് ഈ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനാകണമെന്ന് പറയുമ്പോൾ ആ സൂക്ഷ്മത എന്ന് പറയണത് ഒരു ബോധമാണ്. എന്താണ് ബോധം? അതിൽ ഒന്നാമത്തെ ബോധം എന്താണ്? ഞാൻ ദൈവത്തോടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അത് ഡിസ്പോസിബിൾ അല്ല. ഇത് എന്നെ പറഞ്ഞ് പഠിപ്പിക്കണം തന്നെത്താൻ. അതാണ് പറയണത് ഉടമ്പടി എന്ന് പറയണത്. എൻ്റെ റിസ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ ഉടമ്പടിയിലാണെന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒന്നാമത്തെ റിസ്ക്. ഒന്ന് പറഞ്ഞേ, ഞാൻ ഉടമ്പടിയിലാണെന്നൊന്ന് ആവർത്തിച്ച് പറഞ്ഞേ. ഞാൻ ഉടമ്പടിയിലാണ്, ഞാൻ ഉടമ്പടിയിലാണ്, ഞാൻ ഉടമ്പടിയിലാണ്, ഞാൻ ഉടമ്പടിയിലാണ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഇടയ്ക്ക് എല്ലാ ദിവസവും ഒന്ന് പറയണത് നല്ലതായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച്
നിങ്ങൾ കാത്തലിക്സ് കുമ്പസാരിക്കുമ്പോൾ എവിടെയാണ് ഈ ഉടമ്പടി ദിവസങ്ങളിൽ കാര്യം ഒരു അവിശുദ്ധമായൊരു വ്യക്തിയുമായിട്ട് ദൈവത്തിന് ഉടമ്പടി നിലനിൽക്കാൻ പാടായിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എബ്രാഹത്തിനോട് പറഞ്ഞത്. എന്താണ് എബ്രാഹത്തിനോട് എന്താ ദൈവം പറഞ്ഞത്? ഇതാ പഴയ ധ്യാനത്തിൽ നിന്ന് എടുത്ത് പറയണം കേട്ടോ. അത് പറഞ്ഞെടുത്ത് 17:1 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 17:1. ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതായത് ബൈബിളിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത് ഈ മനുഷ്യനെ നിരായുധീകരിക്കും. അതാണ് ഒരു പ്രശ്നം. ബൈബിളിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നമാണത്. നിരായുധീകരിക്കുമ്പോൾ എന്നാ പറ്റുക കഴിഞ്ഞാൽ ആയുധം കൊണ്ടുള്ള കളികളെല്ലാം ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് കൈമാറും. ഇത് അറിഞ്ഞിട്ട് വേണം ബൈബിളുമായിട്ട് ജീവിക്കാൻ തുടങ്ങാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ആയുധം വെച്ചുള്ള കളികളുണ്ടാകുമല്ലോ ജീവിതത്തിലൊക്കെ. അതിർത്തി തർക്കം, അടിപിടി, ആക്രമണങ്ങളൊക്കെ ഉണ്ടായത്. ഇങ്ങനെയുള്ള ചില ബലപരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ വരും. ഇപ്പം ഞങ്ങളൊക്കെ ഇവിടം വരെ ഈ ശുശ്രൂഷ വരെ എത്തുമ്പോൾ എന്താ ഇതിനുള്ളിൽ ബലപരീക്ഷണങ്ങളുടെ ഒത്തിരിയേറെ ചാൻസുകളുണ്ടാവും. നമ്മളെന്നാ ചെയ്യും? ഈ ബലപരീക്ഷണങ്ങളെ നാട്ടുകാരെപ്പോലെ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കാനോ അടിപിടി ഉണ്ടാക്കാനോ നിൽക്കുക ഇല്ല. ആ ഫയല് മാതാവ് വഴി ഈശോയ്ക്ക് അങ്ങോട്ട് കൈമാറും. ഞങ്ങൾക്കറിയാം ഇതൊക്കെ ഒപ്പിടുമെന്ന്. കാര്യം ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ബലപരീക്ഷണത്തിനാണ്. സാത്താൻ്റെ തല തകർക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച സംഭവമാണ്. പക്ഷേ എന്താ പ്രശ്നം? നിങ്ങൾക്ക് അമ്മാത്തു നിന്ന് ഇറങ്ങുകയും ചെയ്ത് വാര്യത്ത് എത്തിയില്ലെന്നുള്ള അവസ്ഥയാണ് പലരുടെ. അതിപ്പോൾ ഒരു പഴഞ്ചൊല്ലാണ്. അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിക്കുകയായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങി വാര്യത്ത് അപ്പൻ്റെ വീട്ടിൽ എത്തിയില്ല, നടക്കു നിൽക്കുകയാണ്. ലോകത്തു നിന്നൊക്കെ പോന്ന്, പക്ഷെ ദൈവത്തിൻ്റെ അടുത്ത് എത്തിയില്ല. ഇവിടെ ചില ആൾക്കാരുടെ പ്രശ്നം അതാണ്. ലോകത്തുനിന്ന് പോന്ന്. ഇതിനകത്ത് വരുന്ന വിഷയം എന്ന് പറയണത് ഇങ്ങനെ നടുക്കം നിർത്തി അവിടെ ദൈവവും ഇല്ല പിശാചും ഇല്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ നമുക്ക് ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഉടമ്പടി എപ്പോഴും ഒരു നിലപാട് ജീവിതമാണ്. ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ തന്നെ. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കും. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, പണിയുണ്ടാക്കരുത് എന്നതിൻ്റെ അർത്ഥം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ പക്ഷം ചേരാൻ പത്രോസിന് വാളെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പത്രോസ് വാളെടുക്കുകയും ചെയ്ത്. അത് കർത്താവിനെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് വാളെടുത്തത്. പക്ഷെ കർത്താവ് പറഞ്ഞ് അങ്ങനെ നീ വാളെടുത്ത് എന്നെ രക്ഷിക്കണ്ട എന്ന് പറഞ്ഞ്. അതാണ് സംഭവം. ഇപ്പം വാൾ ഉറയിലിട്ടിട്ട് അവൻ മാറി നിന്ന് അത് പറഞ്ഞ് ഇപ്പം പിതാവിൻ്റെ സമയമാണ് എന്ന് പറയും. ഇപ്പം നീ എന്നെ ഇങ്ങനെ രക്ഷിച്ചിട്ടും വലിയ കാര്യമില്ല, ഇപ്പം ഇത് ക്ലേശങ്ങളുടെ സമയമാണ്. അപ്പോൾ ഈശോ എന്താ പ്രാർത്ഥിക്കണത്? പിതാവേ, അങ്ങേ പുത്രനെ മഹത്വപ്പെടുത്തണമേ. അതാണ് വിഷയം. അതിനെല്ലാം സമീപനങ്ങളുണ്ട്. സുവിശേഷം കരുത്താർന്നൊരു സമീപനമാണ്. നമ്മളെ വിശുദ്ധിയോടെ തുടരുകയും ചെയ്യണം, അതേസമയം തന്നെ പ്രലോഭനങ്ങളെ അതിജീവിക്കണം. അതേസമയം നമുക്കെതിരെ വരുന്ന ബലപരീക്ഷണങ്ങൾക്ക് ദൈവത്തെ കക്ഷി ചേർക്കുകയും ചെയ്യണം. വളരെ തന്ത്രപരമായൊരു ജീവിതമാണിത്. തന്ത്രപരമായ ജീവിതമാണ്. അത് യേശു ജീവിച്ച് തീർത്ത ഒരു ജീവിതമാണ്. ജീവിതം. ഇതിൽ നമുക്ക് മൊത്തം അനുകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മനുഷ്യനും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സുവിശേഷ വിഹിതമായി ജീവിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം. അപ്പം അങ്ങനെ നീ സുവിശേഷ വിഹിതമായി ജീവിക്കണം എന്ന് ഇപ്പം നിൻ്റെ ഉടമ്പടിയിലെ ഉദ്ദേശം നിൻ്റെ കടങ്ങൾ മാറണമെന്നല്ലേ, അല്ലെങ്കിൽ കച്ചവടം നടക്കണമെന്നാണ് ഉദ്ദേശം, അല്ലെങ്കിൽ കടങ്ങൾ മാറണം. ഇപ്പം ഈ ജോർജിയുടെ സാക്ഷി എന്താണെന്നറിയാവോ? ജോർജിയുടെ ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ജോർജി ഒരു ഹോൾസെയിൽ കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
വാടക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 15 ലക്ഷം രൂപയുടെ സാധനം അതിൻ്റെ അകത്തുണ്ട്. 15 ലക്ഷം രൂപയുടെ സാധനം അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം ഉണ്ടായത്? എല്ലാ കടക്കാർക്കും ഉണ്ടായിക്കോണം ആ പ്രശ്നം. കാര്യം കടകളും അതുപോലെയുള്ള വിഷയങ്ങളുമെല്ലാം ലോകത്ത് ഭയങ്കരമായിട്ടുള്ള ഗതിവ്യതിയാനങ്ങൾ ഉണ്ടാകണില്ലേ? ഇപ്പം മലേഷ്യൻ റബ്ബർ ഇവിടെ ഇറക്കുമതി ചെയ്യാൻ ഗവൺമെൻറ് ഒപ്പിട്ട് കൊടുത്ത്. അപ്പോൾ എന്ത് പറ്റി? നാട്ടിലെ റബ്ബറൊക്കെ ഇരിപ്പായി പോയില്ലേ? വില കുറഞ്ഞു. അതല്ലേ പ്രശ്നം. ഇപ്പം റബ്ബർ കർഷകൻ എന്ത് ചെയ്യാണ്? വെട്ടുകാരുടെ വില കൂടിയപ്പോൾ എന്നാ പറ്റി? ഉടയക്കാരൻ തന്നെ വെട്ടാൻ തുടങ്ങും. വെളുപ്പിന് എഴുന്നേറ്റ് 3 മണിക്ക് പോയി. അല്ലെങ്കിൽ ഒന്നും മുതലാകണില്ലേ? 80 ഷീറ്റിൻ്റെ റബ്ബർ മരങ്ങളുണ്ട്. പക്ഷേ വേറെ ആരെക്കൊണ്ട് വെട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൽ കിട്ടുന്ന മീതിയും കൊണ്ട് അവൻ പോവും. അപ്പോൾ എന്ത് ചെയ്യും? ഉടയക്കാരൻ തന്നെ വെട്ടാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഓരോരോ സമയത്തും നമുക്ക് നമ്മളുടെ തൊഴിലിനും വരുമാനത്തിനുമൊക്കെ പുതിയ വെല്ലുവിളികളുണ്ടാവും. ആ വെല്ലുവിളികളിലെല്ലാം ഉടമ്പടിയിൽ അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. എന്താ കാര്യം? ചില വെല്ലുവിളികൾ നമ്മുടെ നിലവിലുള്ള പവർ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. അത് ഇപ്പോഴല്ല, പണ്ട് മുതലേ ദൈവത്തിന് അറിയാവുന്ന ഒരു ദൈവം അറിഞ്ഞിട്ട് അതിന് സമാധാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ചില വെല്ലുവിളികൾ നമ്മളുടെ പവർ കൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ വരും. അതിനാണ് പറയണത് എന്താണ്? മെരിറ്റ്, നമ്മുടെ മെരിറ്റ്. ചില വെല്ലുവിളികൾ നമ്മുടെ മെരിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ബൈബിൾ പുതിയ ഫോർമുല വെച്ചിരിക്കുന്നത്. എന്താണ്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് നമ്മൾ എഫേസ്യസ് 2:8 അതാണ് ഉടമ്പടിയുടെ അടിസ്ഥാന പ്രമാണം. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പിന്നെ എന്താണ് പറയുന്നത്? നമ്മൾ അത് എഫേസ്യസ് 2:8. പിന്നെ നമ്മൾ എന്താ പറയണത്? സക്കറിയ, ഇതിപ്പോൾ ആദ്യകാല ധ്യാനം നോക്കിയാൽ മതി. സക്കറിയ 4:6 എന്താ പറയണത്? സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. അപ്പം ജീവിതത്തിനെതിരെ വരുന്ന ചില വെല്ലുവിളികൾ നമ്മുടെ ശക്തിയും സൈന്യവും കൊണ്ട്, ആളുകൊണ്ടോ അർത്ഥം കൊണ്ടോ നേരിടാൻ പറ്റത്തില്ല. ഞാൻ ചില സമയത്തൊക്കെ നോക്കുമ്പോഴേ ഈ ചില പെരുമ്പാമ്പൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ കണ്ടോ. അതായത് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം നോക്കേണ്ട സമയത്ത് വേറൊരു വീഡിയോ കയറി വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആമ, ഒരു പട്ടി ഇങ്ങനെ വായിൽ ഇങ്ങനെ പൊളിച്ചുകൊണ്ട് അതിൻ്റെ നാക്കൊക്കെ നീട്ടിക്കൊണ്ട് ഇങ്ങനെ കിതച്ചുകൊണ്ട് ഒരു ആമയുടെ അടുത്ത് നിൽക്കുകയാണ്. കുഞ്ഞാമ അല്ലെങ്കിൽ അപ്പോൾ ഈ പട്ടി നാക്ക് നീട്ടിക്കൊണ്ട് നിൽക്കുന്ന സംഭവം ആമ എന്തോ അനങ്ങണ പോലെ കണ്ട് ആമ അതിൻ്റെ തോട്ടിൽ നിന്ന് തല വലിച്ച് പുറത്തിട്ടിട്ട് പട്ടിയുടെ നാക്കെ കയറി കടിച്ചോടുകൂടി പട്ടി കിടന്ന് കാറിയിട്ട് പട്ടി പെടുന്ന പാട്. ഒരു കുഞ്ഞാമ കടിച്ചിട്ട് അവൻ കാറിയിട്ട് അതിനെ ആമയുണ്ടെങ്കിൽ പട്ടിയുടെ നാക്കൊന്നും കടി വിടണില്ല. ഒരു പ്രത്യേക സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾക്ക് നിസ്സാരമാകുന്ന വിഷയങ്ങൾ കയറി നമ്മളെ വല്ലാതെ അങ്ങോട്ട് പിടിക്കും. ഒരു ആമയാണെന്ന് പറഞ്ഞൊരു പട്ടി, പക്ഷേ ആമ കടിവിട്ടിട്ടല്ലേ പട്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നിസ്സാരമല്ലെന്നാണ് പട്ടിയെ കണ്ടത്. അതാണ് എൻ്റെ വൈകിട്ട് നോക്കി എൻ്റെ പോയി നിന്നത്. പക്ഷേ അത് കയറി പിടിച്ച്. ഇതുപോലെ നിസ്സാര പ്രശ്നങ്ങളും നമ്മളെ വല്ലാണ്ട് രീതിയിൽ ബാധിക്കും. ഇങ്ങനെ നിസ്സാര പ്രശ്നങ്ങൾ വല്ലാതിൻ്റെ ബാധിക്കുമ്പോൾ തന്നെയാണ് നമ്മളെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള അലപരാധി തരങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഉടമ്പടിയിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. പ്രൊട്ടക്ഷൻ, സംരക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിയിലൊരു അപകടമാണെന്ന് കണ്ടാൽ കർത്താവ് നമ്മളെ അതവിടെ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി വേറെ വഴിയിലൂടെ കൊണ്ടുപോകും. ഇപ്പോൾ വേറെ വഴി ഉണ്ടാകുമോ? ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വഴി ചെന്ന് ചാടണത്. എല്ലാത്തിനും സേഫായിട്ടുള്ള വഴികളുണ്ടാവും. നമുക്ക് സേഫ് തോന്നാത്തതിൻ്റെ കാരണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പുലിവാലുള്ളത് കൊണ്ടും പെരുമാറ്റത്തിൽ കുഴപ്പങ്ങളുള്ളത് കൊണ്ടുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഇപ്പം സമരക്കാരൻ്റെ കഥ പറയാം. സമരക്കാരൻ്റെ കഥ എന്താ? സമരക്കാരൻ്റെ കഥയല്ല, അത് നിങ്ങൾക്കറിയാം. അതല്ല, സമറിയായിലൂടെ ഈശോ ജെറുസലേമിലേക്ക് പോകാൻ വേണ്ടി 2 അപ്പോസ്തലന്മാരെ പറഞ്ഞു വിടും, യാക്കോബ് യോഹന്നാന്.
അണ്ണന്മാർ നേരെ സമറിയാൽ ചെല്ലും. ഞങ്ങൾ അപ്പോൾ അവർ ചോദിക്കും എവിടെ പോകണമെന്ന് ചോദിക്കും. ജെറുസലേമിൽ പോകണമെന്ന് പറയും. അപ്പോൾ അവർ പറയും നിൻ്റെ കൈകാലി ഞങ്ങൾ വെട്ടുമെന്ന് പറയും. കാര്യം എന്താണ്? ഞങ്ങൾ സമരക്കാരാണ്, നിങ്ങൾ ജാരസന്തതി എന്നാണ് ഞങ്ങളെ വിളിക്കണത്. ഞങ്ങളെ നിങ്ങൾ ജെറുസലേം ദേവാലയത്തിൽ നിങ്ങൾ കയറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങളിവിടെ കൂടി ജെറുസലേം ദേവാലയത്തിൽ പോകാൻ അനുവദിക്കത്തില്ലെന്ന് പറയും. ഇവർ ക്ഷുഭിതരായി പ്രശ്നമായി യേശുവിൻ്റെ അടുത്ത് വരും. കംപ്ലൈൻറ്റ് പറയുമ്പോൾ കർത്താവ് പറയുന്നത് എന്തിനാണ്? നിങ്ങളെന്തിനാ ആ വഴിക്ക് പോയത്? വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അത് മറ്റൊരു വഴിക്ക് പോയെന്ന്. അതാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ലൂക്ക 9:56. ലൂക്ക 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. മറ്റൊരു ഗ്രാമത്തിലേക്ക്. അപ്പം നിങ്ങൾക്ക് പോയാൽ മതിയല്ല, അതിന് പ്രൊവിഷൻ ഉണ്ടാകും. അപ്പോൾ ഈ വഴി അല്ലാതെ വേറെ വഴിയുണ്ട്. ഇവർക്കെന്താ പ്രശ്നം? ഇവർ കണ്ടത്തടിക്കും മുണ്ടത്തടി എന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടിയാണ്. അവർക്ക് അവരുടെ തല തീയും എന്താ ഉടമ്പടിയൊക്കെ എടുത്ത് കർത്താവിൻ്റെ കൂടെ ഉടമ്പടി ജീവിതമാണെങ്കിലും കൈയിരിപ്പിത്തിരി മോശമാണ്. അവിടെ പ്രശ്നം. ഈ അപ്പോസ്തലന്മാരല്ലേ, അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് ഫോർമാറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കണമല്ല. പക്ഷേ യവന്മാരുടെ കൈയിരിക്കണത് ശത്രുക്കളുടെ തലയിൽ തീയും ഗന്ധകവും വീഴണമെന്നുള്ള ആഗ്രഹക്കാരാണ്. ഉടമ്പടിയൊക്കെയാണ് കാര്യം ശരി, പക്ഷേ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ തല തെറിക്കണമെന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഈ മെൻറ്റാലിറ്റിയുമായിട്ട് കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പാടാണ്. ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് അവരിൽ തന്നെയുള്ള വിഷമൊക്കെ പുറത്ത് ചാടിച്ചിട്ട് താണ് ഇവരെ ക്ലീൻ ചെയ്തെടുക്കണേ കർത്താവ്. ഇപ്പോൾ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ കയ്യിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അവൻ്റെ കുഴപ്പമുണ്ടെന്നല്ല പ്രശ്നം. ബൈബിൾ കാണിക്കുന്ന രീതികൾ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ അയൽവാസികളുമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് പ്രശ്നമുണ്ടെന്നല്ല, നിങ്ങൾക്കെന്തോ പ്രശ്നമുള്ളതായിട്ട് ദൈവത്തിന് തോന്നണം. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് നാട്ടുകാരുടെ തലയെ തീയും ഗന്ധകവും വീഴാൻ വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. ക്രിസ്തുവിനെ കൂടെ നടക്കുന്നത്. പക്ഷേ അതിൻ്റെ കഥയൊന്നുമില്ല. ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷേ നാട്ടുകാരുടെ തല പോകണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കോമ്പറ്റീഷൻ അല്ലാത്ത അലവലായ തരങ്ങളൊക്കെ കയ്യിലുള്ളത് കാരണം ഇതിനെ ഒന്ന് കറകളഞ്ഞെടുക്കാൻ വേണ്ടി ഇടയ്ക്ക് ഉടമ്പടിക്കാലത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ഇപ്പം നിങ്ങൾ ഓർക്കും ഉടമ്പടി എടുക്കുമ്പോൾ ചില ആൾക്കാർ പറയില്ലേ, എൻ്റെ ഉടമ്പടി ഒന്ന് കയറട്ടെ, അവൾക്കൊരു പണി കൊടുക്കാമെന്ന് പറയുക. 90 ദിവസം കഴിയട്ടെന്നൊക്കെ പറയത്തില്ലേ, 90 ദിവസം കഴിയട്ടെന്ന്. ഇങ്ങനെ കുറേ പെലിച്ചാളികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ വ്രതം പോലെ ഒന്ന് അനുഷ്ഠാനമായിട്ട് തിരിക്കും. ഇതിങ്ങനെ ഈ ഉടമ്പടിക്കാലം ഒന്ന് അനുഷ്ഠാനം പോലെ വെള്ളമടിക്കാതെയും നാട്ടുകാരുടെ മേക്കെട്ട് കയറാതെയൊക്കെ മര്യാദയൊക്കെ ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞ് ജീവിക്കും. എന്നിട്ട് ഇവരുടെ ഉള്ളിലെന്താണ് കൂട്ടിക്കൂട്ടി വെക്കും പക. എന്നിട്ട് ഉടമ്പടി കഴിയുമ്പോൾ എല്ലാത്തിനും കൂടി ഒറ്റത്തവണ തീർപ്പാക്കും. അപ്പം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കേണ്ട തുല്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവം ഉടമ്പടിക്ക് പറ്റാത്ത പേഴ്സണാലിറ്റി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ പ്രവടാന്ന് പ്രശ്നങ്ങൾ കൂടുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, ദൈവതിരുസന്നിധി നിങ്ങൾ ഉടമ്പടിക്ക് കൊള്ളാത്ത പേഴ്സണാലിറ്റി ആണെന്ന്. ദൈവം നിങ്ങളെ പരുവപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. യു ഗോട്ട് ദ പോയിൻറ്റ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം അടിക്കടി പ്രശ്നങ്ങളുണ്ടാവും. അതിന് മുമ്പ് അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നിങ്ങളെ നോട്ടം വെച്ചിരിക്കുന്നു. എന്താ കാര്യം? നിങ്ങളെ ഉടമ്പടിക്ക് പറ്റാത്ത ഉരുപ്പടിയാണ്. നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ പരുവപ്പെടുത്തി ചിലയിടത്തൊക്കെ തോറ്റു കൊടുക്കേണ്ടി വരും, ചിലയിടത്ത് കർത്താവിനെ പ്രതി ക്ഷമിച്ചു കൊടുക്കേണ്ടി വരും, ചിലയിടത്ത് ശാന്തതയാകേണ്ടി വരും. അതുകൊണ്ടാണ് പറയണത്. ആ വായിച്ച സുഷ്മത ദേവാലയത്തിലേക്ക് പോകും വിട്ടിയുടെ അതൊന്ന് വായിച്ചേ. സഭാപ്രസംഗി 5:1 വായിച്ചേ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. ബലിയർപ്പണം അത് ആചാരാനുഷ്ഠാനം, ഉടമ്പടിയുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തും. പക്ഷേ എന്താ പ്രശ്നം? അതേസമയം ശ്രദ്ധ ഉണ്ടാകത്തില്ല. ദൈവികമായ കാര്യങ്ങളിൽ തങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളതിനെക്കുറിച്ച് ബോധം ഉണ്ടാകത്തില്ല. ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉടമ്പടി പ്രകാരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ തങ്ങൾ ഉടമ്പടി ജീവിതത്തിലാണെന്നുള്ള ഉടമ്പടി ഒരു ജീവിതമാണെന്നോ ജീവിത രീതിയാണെന്നോ എന്നതിനെക്കുറിച്ച് ബോധം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ബൈബിള് വിഡ്ഢികളെന്ന് വിളിക്കണത്. അതാണ് വിഷയം.
അപ്പോൾ ആവശ്യമില്ലാത്ത നമ്മൾ വിട്ടുകളായിട്ട് കാര്യമില്ല. ഈ ഉടമ്പടി പക്കയായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അവൻ എന്ത് കാര്യം വന്നാലും അവൻ പറയണ പോലെ ചെയ്യണം. അല്ല പത്രം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, അനാഥാലയത്തിൽ പോയി രോഗികളെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വചനത്തിൽ അതിൻ്റെ അകത്ത് സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ നമ്മൾ കൈ പൊള്ളിപ്പോയി, ശരി, അപ്പം ബെർണോൾ തൂക്കണം, ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനുള്ള പൊടിക്കൈ എന്താണെന്ന് ബൈബിളുണ്ട്, അതേ ചെയ്യാൻ പറ്റും, അതേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുറത്തു പോകും. നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്തോളാമെന്ന് പറഞ്ഞാലല്ല ഉടമ്പടി എടുത്തിരിക്കണേ. അപ്പോൾ അവൻ പറയണ പോലെ ആ വിഷയത്തിന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും. അപ്പോൾ ആരുടെ കുഴപ്പം കൊണ്ടാണ്? നമ്മൾ അതുപോലെ ചെയ്യാത്ത കൊണ്ട്. അപ്പോൾ പൂർണ്ണ ഉടമ്പടി ബ്രേക്കായി കഴിഞ്ഞാൽ കുഴപ്പം എന്താണ്? ഉടമ്പടി എടുത്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മുടെ പേരിലേക്ക് വരും. അതാണ് വിഷയം. ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിയാൽ ഉടമ്പടി എടുത്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പലിശ കണക്കിൽ നമ്മുടെ പേരിലേക്ക് വരും. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ പേടിയായിരുന്നു അച്ഛാ, കാര്യം അത് തെറ്റിപ്പോയാൽ. പക്ഷേ എന്നാ പ്രശ്നം? ഇത് വെറുതെ ഉഴപ്പന്മാർക്ക് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ. അല്ലാത്തൊരു മര്യാദക്ക് ഉടമ്പടി സുന്ദരമായിട്ട് ജീവിച്ചിട്ട് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളല്ല യൂട്യൂബിലുള്ളത്. അപ്പോൾ അത് എളുപ്പമുള്ള കാര്യമാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലായിടത്തും ജീവിതത്തിൽ ഉഴപ്പിയിട്ടുണ്ട്. ആ പാരമ്പര്യം അനുസരിച്ച് ഇവിടെ വന്ന് ഉഴപ്പും. അതാണ് പ്രശ്നം. നിങ്ങൾ ജീവിതം മൊത്തം ഉഴപ്പിയ പാർട്ടി ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ ആ സ്വഭാവം ഒന്ന് മാറ്റി വെക്കണം, നല്ലതായിരിക്കും. എന്തെടുത്താലും പകുതിയാക്കത്തില്ല. കുറേ പേരും തുടങ്ങി വെക്കും. ആദ്യം ചായക്ക തുടങ്ങും, അത് പകുതിയാക്കാതെ നാട്ടുകാരെ കാശ് കൊണ്ടുപോകും. പിന്നെ പശു വളർത്തൽ തുടങ്ങും, അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഒഴിവാക്കും. ഇങ്ങനെ കുറേ തുടങ്ങി പകുതിക്ക് ഇട്ട് വസ്തു വിറ്റുമാറ്റി തെണ്ടികളായ ആൾക്കാരും നാട്ടിലുണ്ട്. എന്താ കാര്യം? ഒന്നിറ്റത്തും കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല, ഒരു സാധനത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. വീട്ടിൽ കോഴിയും പശുവിനൊക്കെ വിട്ടിട്ടും പുള്ളി രാഷ്ട്രീയത്തിൻ്റെ മെമ്പറാകാൻ വേണ്ടി നടക്കും. പിന്നെ എങ്ങനെ ഇതൊക്കെ ജീവിക്കണത്? അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? വീട്ടിൽ കുറേ കാര്യങ്ങൾ തുടങ്ങി വെക്കും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ രാഷ്ട്രീയത്തെക്കാരെ ആരെങ്കിലും കാണുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കും, വീട്ടിൽ നിൽക്കത്തുമില്ല. ഇതെന്നുവെച്ചാൽ ഈ ജീവികളൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ സമയാസമയങ്ങളിൽ മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കാതെ വളരത്തില്ല. ശ്രദ്ധ, ഇതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഉടമ്പടി നിങ്ങൾ പോകണമെങ്കിൽ ഉടമ്പടിയുടെ ഒരു ശ്രദ്ധയുണ്ട്, ശ്രദ്ധയുള്ള ജീവിതമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 70% പേർക്ക് ഈ ശ്രദ്ധയുണ്ട്. ഞാൻ 30% ടാർഗറ്റ് ചെയ്യണത്. കാര്യം എനിക്ക് നിങ്ങളുടെ സാക്ഷ്യം കൊണ്ട് മുതലാകണില്ല, അതുകൊണ്ടാണ്. കാര്യം ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ്. അത് ഒരുമാതിരിപ്പെട്ട ഏത് മന്ദബുദ്ധിയും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നല്ല റിസൾട്ട് വരേണ്ടതാണ്. ചില ആൾക്കാർക്ക് 2 പ്രാവശ്യം പുതുക്കിയിട്ടും 0 റിസൾട്ടാണ്. 2 പ്രാവശ്യം പുതുക്കി, പക്ഷേ 0 റിസൾട്ടാണ്. എന്താ കാര്യം? ഞാൻ നേരത്തെ പറയാറുള്ള പോലെ വവ്വാല് കടിച്ച അത്തിക്കാ പോലെയാണ്. പകുതി കടിക്കും, എല്ലാ പഴുത്തലും കയറി കടിക്കും, ഒരെണ്ണം മുഴുവനായിട്ട് തിന്നത്തില്ല, മൊത്തം താഴെ കിടക്കണം കാണാം. എല്ലാ പഴൻ്റെയൊക്കെ സ്വഭാവമാണ്, കണ്ണും മൂക്കും കാണാൻ പാടില്ലാതെ കണ്ട പഴത്തെ എല്ലാം കയറി കടിക്കും. എന്നിട്ട് പഴുത് തിന്ന് കഴിയുമ്പോൾ അത് താഴെ പോകും. എന്ന് വെച്ചാൽ എല്ലാത്തിനെയും പകുതി ചെയ്യും. ഉടമ്പടിയുടെ എല്ലാത്തിൻ്റെയും പകുതി ചെയ്യും. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, പൂർണ്ണമായ ദൈവസ്നേഹത്തോടെ പൂർണ്ണ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ദൈവ പൈതലിന്റെ പെരുമാറ്റ രീതിയോടെ സുവിശേഷ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ, അതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇട്ട് കളയരുത്. അത് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയണത്, നിങ്ങളിപ്പോൾ ഞാൻ ജോജിയുടെ കഥ പറഞ്ഞില്ലേ, ജോജിയുടെ കുറേ സാക്ഷ്യങ്ങൾ, ഒറ്റ ശ്വാസത്തിൽ 4 നല്ല സാക്ഷ്യങ്ങളാണ് അത് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വിഷയം വെച്ചാൽ മറ്റ് കോമ്പറ്റീഷൻസ് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ഹോൾസെയിൽ
എപ്പോഴും പുതിയ പുതിയ കമ്പനികളൊക്കെ വരുമല്ലോ രംഗത്ത്. അവർ നല്ല ശരിക്കും ഓഫർ കൊടുക്കും. അപ്പോൾ ആൾക്കാരുടെ രീതി എന്താണ്? ഓഫറിൻ്റെ പുറകെ പോകും അല്ലേ? എല്ലാവരും അവിടെ അങ്ങനെ ഓഫറിൻ്റെ ഒഴുക്കിലല്ലേ ആൾക്കാർ കമ്പ്യൂട്ടർ നോക്കണം, എന്ത് ഓഫറുണ്ടെന്നാണ് നോക്കണത്. അപ്പോൾ ഓഫറിൻ്റെ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, ഒരു കച്ചവടക്കാരന് ഒരിക്കലും ഒരു സാധനവും നമുക്ക് ലാഭം തന്നവൻ വിൽക്കുക ഒരിക്കലും അല്ല, പിന്നെ അവൻ ജയിക്കണ്ടേ. അപ്പോൾ ഓഫർ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു ചവിട്ടിപ്പിടുത്തം കാണും, ഉറപ്പല്ലേ? ഞാനാണ് ഈ ഓഫറിൻ്റെ ഒരു പരിപാടിക്ക് നിൽക്കത്തില്ലേ. പരമാവധി സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നോക്കണം. കാര്യം വെച്ചാൽ നമ്മളുടെ അതായത് ഇന്നത്തെ ആൾക്കാരുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ ഓൺലൈനിൽ കിട്ടുന്ന കാരണം ചുമ്മാ കുത്തിയാൽ മതിയില്ല. ചുമ്മാ കുത്തിയാൽ സാധനം വിട്ടി വരത്തില്ലേ. അപ്പോൾ പിള്ളേരുടെ കാശുണ്ടെങ്കിൽ അവരതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യും. ചില അമ്മമാരൊക്കെ അതൊക്കെ കുറച്ചൊക്കെ നിയന്ത്രിക്കും. നമുക്ക് കുഞ്ഞുങ്ങളുടെ കുറച്ച് സ്നേഹം തൽക്കാലത്തെ കുറച്ച് സ്നേഹം കുറയുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ നിയന്ത്രിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവരും പാകത പഠിക്കും. അല്ലെങ്കിൽ കിട്ടണതെല്ലാം മേടിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ആൾക്കാർക്ക് ഇങ്ങനെ ഈ നമ്മുടെ ബോഡിക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. ആസ്വദിക്കാൻ പറ്റുന്നതെല്ലാം ആസ്വദിക്കണമെന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് എന്തെല്ലാം ആസ്വദിക്കാൻ പറ്റും അതെല്ലാം ആസ്വദിക്കണമെന്ന്. അതിങ്ങനെ എല്ലാം പശുക്കൾക്കും മൃഗങ്ങൾക്കും കിളികൾക്കും എല്ലാം ഉണ്ട്. മനുഷ്യൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്തതിനോട് നോ പറയാനുള്ള ഒരു ഫോർമേഷൻ ഉണ്ടാണ്. പറ്റാത്തതിനോട് ആവശ്യമില്ലാത്തത് പലതും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്രി സാധനം തന്നെ മിക്കവാറും ഒരു ലോഡേ കയറ്റാനുണ്ടാവും. നമ്മുടെ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ഒരു ലോഡൊക്കെ ഇതൊക്കെ എവിടെ കൊണ്ടേ കുഴിച്ചിടുവോ എന്ന് പറഞ്ഞ് തലയിലും കെട്ടി നിൽക്കണ കാണാം. എന്താ കാര്യം? ഓരോരോ ആക്രാന്തത്തിന് വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളാണ്. ആ കാശും പോയി, അത് കെടായും പോയി, ഇപ്പോൾ ആവശ്യമില്ല. ഇതെല്ലാം കൊണ്ട് എവിടെ വെക്കും? എല്ലാം പൊടിയും പിടിച്ച് നാശകോടാലിയായി കിടക്കുകയാണ്. വെറുതെ ജാർഗൺ വസ്തുക്കളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങളെ ആദ്യമേ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവരെ ട്രെയിൻ ചെയ്ത് വരും. ഒരു പ്രശ്നവുമില്ല. അങ്ങനെ എത്രയോ മാതാപിതാക്കന്മാരുണ്ട്. കളിക്കോപ്പ് പോലും ഞാൻ ഈ ദിവസങ്ങളിലൊരു വീഡിയോ കണ്ടത്, കളിക്കോപ്പൊന്നും അപ്പം മേടിച്ച് കൊടുക്കത്തില്ല. കാര്യം അപ്പൻ സൈക്കോളജിസ്റ്റാണ്. അപ്പൻ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അപ്പനെ അറിയാം. അപ്പനെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മയും ചെറുപ്പക്കാരാണ്, രണ്ടുപേരും ജോലിക്കാരാണ്. കുഞ്ഞുങ്ങൾക്ക് കുറേ വീടുകളിൽ തന്നെയുള്ള കടലാസ് പെട്ടി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് സായിപ്പല്ലേ കളിക്കോപ്പ് കൊണ്ടുവന്നത്. ഇവിടെ സായിപ്പ് കളിക്കോപ്പ് എന്ന് വെച്ചാൽ അയാൾ എന്താ ചെയ്തിരിക്കുക, അവരെന്താ ചെയ്തിരിക്കണം, അവർക്ക് പിള്ളേരെ കൊണ്ടു നടക്കാനോ നമ്മളപ്പോൾ താലോലിക്കാനോ വളർത്താനോ ഒന്നും താല്പര്യമില്ല. അവർക്ക് പട്ടിക്കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളെ കൂടുതൽ കുഞ്ഞിനെ വളർത്തുവർ. അവരുടെ നേച്ചർ അതാണ്. അവരുടെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. അത് ഭയങ്കര ചരിത്രമാണ്. ഞാൻ കാനഡയിൽ ചെന്നപ്പോഴുണ്ട്, രാവിലെ പുറത്തിറങ്ങിയപ്പോഴുണ്ട്, എല്ലാ സായിപ്പിൻ്റെ കയ്യിലും ഓരോ പട്ടിയുണ്ട്, ഓരോ കൂടുമുണ്ട്, പ്ലാസ്റ്റിക് കൂട്. എന്തിനാണെന്നറിയാമോ? പട്ടിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് പട്ടി കാഷ്ടിക്കും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, കാഷ്ടം എങ്ങാനും താഴെ കിടന്നാൽ മുനിസിപ്പാലിറ്റി ടാക്സ് അടിക്കും. അത് കാരണം ആളുടെ പട്ടിയുടെ കാഷ്ടമാണ് താഴെ വഴിയെ പോണത്, അയാൾ തന്നെ അത് കോരിയെടുക്കണം. എന്നിട്ട് അവർ കൊണ്ടുവന്നൊരു ഡസ്റ്റ്ബിന്നിലിടും. ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് മുനിസിപ്പാലിറ്റി പട്ടിത്തിടം കൊണ്ടുപോകും. അത് അവരുടെ ലൈഫിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അവർ പിള്ളേരൊക്കെ ഒഴിവാക്കിയിട്ട് പട്ടിക്കുഞ്ഞിനെ എടുത്ത് കക്ഷത്ത് വെച്ചിട്ട് പിള്ളേരെ മറ്റേ ട്രോളിയൊക്കെ ഏറ്റിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അവർക്കത് വലിയ അവരുടെ ലൈഫിൻ്റെ ഭാഗമാണ്. നമുക്കത് കുറ്റം പറയാൻ പറ്റുകയില്ല. അവിടെ കൾച്ചർ അതാണ്. നമ്മുടെ കൾച്ചർ അതല്ല. അവരെ പിള്ളേരെ തങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവർ പലതരത്തിലുള്ള കളിക്കോപ്പുകൾ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ പിള്ളേർ അപ്പനെയും അമ്മനെയും ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ പുറകെ നടക്കും. അവർ മരണം വരെ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പനെയും അമ്മേനെയും ഉപേക്ഷിച്ചിട്ട് അവരുടെ കൂടെ നടക്കും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളും അമ്മയും അപ്പനും ഒക്കെ എല്ലാം കൂടി ഒരുമിച്ച് ഇരിക്കുകയും അപ്പൻ്റെ മുതുകത്ത് വന്ന് മക്കൾ കുത്തിമറിയുകയും എന്തെങ്കിലും സാധനമൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയുകയും താഴെ ഇടുകയും നമ്മൾ എടുത്തു കൊടുക്കുകയും. അപ്പോൾ വലിയ ചിലവൊന്നുമില്ല. പിള്ളേർക്ക് ആക്ടിവിറ്റി ഉണ്ടായാൽ മതിയൊന്നുമുണ്ട്. അപ്പോൾ ഈ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഭയങ്കര രസമാണ് അയാളുടെ വീഡിയോ. അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ടു പോവുകയാണ് ചെയ്യണം. നമുക്ക് സമയമുള്ളപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുക. ഇതിൽ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റികളുടെ കൂടെ നമ്മൾ ഒരാളായിട്ട് കാണണം. കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റിയുടെ കൊണ്ടുമ്പോൾ അവിടെ അപ്പന്മാരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പന്മാരൊക്കെ ഓലപ്പമ്പരൊക്കെ ഉണ്ടാക്കി കൂടെ പിള്ളേരുടെ കൂടെ നിൽക്കും, അല്ലേ? വണ്ടി ഓടിക്കുമ്പോൾ പിള്ളേരുടെ കൂടെ ഓടിക്കണ കാണാം.
അപ്പോൾ പിള്ളേരുടെ കൂടെ അങ്ങനെയാണ് നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയണത്. ഇപ്പോൾ സായിപ്പിൻ്റെ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ യന്ത്രവണ്ടിയും തോക്ക് കൊണ്ട് വെടിവെക്കുന്ന ആൾക്കാരെയൊക്കെയാണ് കാണിക്കണത്. അപ്പോൾ പിള്ളേർ നമ്മളെ മാറ്റിയിട്ട് നാട്ടുകാരെ വെടിവെച്ച് നടക്കും. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഓരോ രീതികളുണ്ട്, ഓരോ രീതികൾ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞിരുന്ന വിഷയം ഈ ജോർജിയുടെ വിഷയമാണ്. ജോർജിയുടെ വിഷയത്തിൽ ജോർജി ഈ കട ഇങ്ങനെ വലിയ പ്രശ്നമായി തീർന്നു. കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞപ്പോൾ കട പൂട്ടേണ്ട അവസ്ഥ വന്ന്, ഓഫർ വന്നു ഒത്തിരി. അയാളുടെ തന്നെ അയാളുടെ കടയിലുള്ള വസ്തുക്കൾ അതിനേക്കാൾ പകുതി വിലക്ക് നാട്ടുകാർക്ക് കിട്ടുന്ന അവസ്ഥ വന്നപ്പോൾ കട പൂട്ടിപ്പോയി. ഓഫർ വന്നതുകൊണ്ടാണ്. ഇയാൾക്ക് അതുപോലെ ഓഫറൊന്നും കൊടുക്കാൻ പറ്റണില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു പ്രശ്നമാണ് ഉടമ്പടിയും ഓഫറും ഒക്കെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉടമ്പടിയുടെ ഒരു ജീവിതം, പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഫീൽഡിൽ നമ്മൾ അനുഭവിക്കുന്നത് ഇതിനേക്കാളും മാരകമായ പ്രഹരങ്ങളാണ് നമുക്ക് കേൾക്കുന്നത്. കട പൂട്ടിപ്പോയി. പക്ഷെ കട പൂട്ടിയെങ്കിൽ ഇവർ ഒരു കട തുറന്നു വെച്ചിട്ടുണ്ടിരുന്നത്. ഏതാണ്? ദേവാലയം തുറന്നു വെച്ചുകൊണ്ടിരുന്നു. ഈ ഭാര്യയും ഭർത്താവിൻ്റെ ഉടമ്പടി ജീവിതം അവർക്ക് കൊടുത്തതിൻ്റെ മാർഗ്ഗം അതാണ്. അവർ പറയണത് ഞങ്ങളുടെ കട പൂട്ടിപ്പോയി, പക്ഷേ കർത്താവിൻ്റെ ആലയം തുറന്നിട്ടുണ്ടായിരുന്നല്ല. അപ്പം ഞങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ മുടങ്ങാൻ പോകും. എപ്പോഴായാലും കർത്താവ് ഞങ്ങൾക്കൊരു വഴി. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണം എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ മെറിറ്റിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ പലതുകൊണ്ടും നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയാലും ശരി, ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് മെറിറ്റിലല്ല. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യണ മെറിറ്റിലാണ്. ഇപ്പോൾ പഹല ആക്രമണമില്ലേ, ഇപ്പോൾ പ്രധാനമന്ത്രിയെ ചില അണ്ണന്മാർ ചില പട്ടാളക്കാർക്ക് കുറ്റപ്പെടുത്തുന്നത് എന്താ? വേറെ ഒരു പട്ടാളം തുടങ്ങിയത് കാരണം നമ്മളെ മിലിറ്ററി ട്രെയിനിങ് ആ കാലാകാലങ്ങളിൽ വരുന്ന ചെറുപ്പക്കാരെ എടുത്തുകൊണ്ട് ബോർഡർ സെക്യൂരിറ്റി ചെയ്യാൻ വേണ്ടി ഉള്ള ആൾക്കാരെ വേറെ ഒരു അഗ്നിവീറെന്നും പറഞ്ഞ് വേറെ പദ്ധതി തുടങ്ങിയെന്നാണ് പറയണത്. മോഡി നല്ല ഉദ്ദേശത്തിൽ തന്നെ തുടങ്ങിയതാണത്. അതിൻ്റെ ഫലം ഇനി ഭരണകാലത്ത് നമുക്ക് അനുഭവിക്കുകയുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായി. ഇങ്ങനെ ഒരു പ്രശ്നം പെട്ടെന്ന് ഉണ്ടായി. രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്, നമ്മളും ദുഃഖത്തിലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാവരും ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ പ്രത്യേക സംരക്ഷണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിനുണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം എന്നെ ജോജിയുടെ കട പൂട്ടി അഭിമാനം നിന്ന് ഒരു ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങ് പട്ടിണിയാകാൻ പാടില്ല. പക്ഷേ ഈ 2 കക്ഷികളും ഉടമ്പടിയിലൊരു ബലത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ പൂട്ടാത്തൊരു കടവുണ്ടല്ല. കർത്താവ് എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ ഇവർ നമ്മളെ കരുതുവാനും കാക്കുവാനും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് എന്താണ്, എൻ്റെ കൃപ കൊണ്ടാണ് നിൻ്റെ അതിജീവനമെന്ന് ആണ് ഉടമ്പടി അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ വൈഫും ഹസ്ബൻഡും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഉടമ്പടി ജീവിതം മറന്നിട്ടില്ല. അവർക്ക് നല്ല ബോധമുണ്ട് അവർ ഉടമ്പടിയിലാണെന്ന്. അതുകൊണ്ട് ദിവസവും ജോജി പറയണേ, ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോകുമെങ്കിൽ ഇന്ന് പോണ പോലെ പോകത്തില്ലായിരുന്നു. ഉടമ്പടിക്ക് ശേഷം ഞാൻ ഡെയിലി പള്ളിയിൽ പോകും, വൈഫ് പോകും. ഒരു ദിവസം വൈഫും 2 കുഞ്ഞുങ്ങളുമാണ് പോകാനൊത്തത്. ആ പോണ വഴിക്ക് വന്നപ്പോഴേ ഈ ഹൗസ് ഓണർ അല്ല, ഈ വീടിൻ്റെ വാടക ഞങ്ങൾക്ക് കട തന്ന ആളെ പിടിച്ചു നിർത്തി. വൈഫിനെ വഴി പിടിച്ചു നിർത്തി പറഞ്ഞ്, ഇത് നിങ്ങൾക്ക് കച്ചവടം വിൽക്കണമില്ല, ഞങ്ങൾക്ക് വേറെ കൊടുക്കാനത് പറ്റണമില്ല, സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അവർക്ക് കുറേ നാൾ ഇവരോട് പറയുമായിരുന്നുണ്ടായിരുന്നു. ഇവർക്ക് ചെയ്യാൻ പറ്റണില്ല. ഇവർക്ക് അവസാനം ഇപ്പോൾ സീരിയസ് ആയി. ലേഡീസിനെ തന്നെ വഴി പിടിച്ച് നടത്തുന്ന അവസ്ഥയായി. അത്രയും സീരിയസ് ആയി. അപ്പോൾ നിങ്ങളൊക്കെ ഉടമ്പടി എടുത്താണല്ല, പള്ളിയിൽ നിന്ന് വന്നാണല്ലോ, എന്നിട്ടും വഴി പിടിച്ച് നിർത്തിയാന്ന്. അതായത് ഉടമ്പടി കാലത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ഉടമ്പടി എടുത്ത ആൾക്കാരാണ് നമ്മളെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ഓർക്കുക, നമുക്ക് സംഭവിക്കണത് നന്മയ്ക്കായിരിക്കും അത് മാറ്റണത്. അതെപ്പോഴും ഓർത്തേക്കണം. അപ്പോൾ വൈഫ് പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ എന്തെങ്കിലും മറുപടി പറയാൻ പറഞ്ഞു. ഇവർ പിടിച്ചു നിർത്തിയല്ല, കടക്കാർ പിടിച്ചു നിർത്തിയില്ല,
അതിൻ്റെ ഓണർമാർ പിടിച്ചു നിർത്തിയപ്പോഴേ തടഞ്ഞു നിർത്തിയപ്പോഴേ ഈ ജോജിയുടെ വൈഫ് മാതാവിനോട് പറഞ്ഞു, അമ്മേ എന്തെങ്കിലും. അപ്പം ഉടമ്പടി എന്ന് പറയുമ്പോൾ സഞ്ചാരി മാതാവല്ലേ, എവിടെയായാലും കൂടെ ഉണ്ടാവില്ല ആൾ. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയണത്. പക്ഷേ സഞ്ചാരി മാതാവാണെന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധം ഈ ജോജിക്കുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഇല്ല, അതാണ് പ്രശ്നം. സഞ്ചാരി മാതാവ് എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല. സഞ്ചാരി മാതാവെന്ന് പറയണത് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നൽകുന്ന ഓഫറാണ്. മനസ്സിലായില്ലേ? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അതാണ് ഓഫർ എന്ന് പറയണത്. പുറത്ത് നാട്ടുകാർ ഓഫർ എന്ന് പറയുന്നത് നമ്മളത് എന്താ പറയും, വാഗ്ദാനം എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. പുറത്ത് ആൾക്കാർ പറയണത്, കച്ചവടക്കാർ പറയണത് ഓഫർ എന്നാണ് പറയണത്. കർത്താവിൻ്റെ വചനത്തിന് നമുക്ക് വരുന്ന പ്രയാസങ്ങൾ അതിജീവിക്കാൻ വേണ്ടി ദൈവം തന്ന ഇൻസെൻറ്റീവിന് ബൈബിൾ പറയണ പേരെന്താണ്? പ്രാമിസ്. എന്താണ്? വാഗ്ദാനം. ഇപ്പോൾ ഒരു വാഗ്ദാനത്തിലൊരു സംഭവമാണ്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അകത്ത് അതങ്ങനെയാണ് സഞ്ചാരി മാതാവ് ഉണ്ടാകണത്. അമ്മയുടെ മധ്യസ്ഥയിലല്ല ഉടമ്പടി എടുത്തിരിക്കണത്. അതുകൊണ്ട് അമ്മ നിൻ്റെ സങ്കടങ്ങളുടെ കാലത്ത് ഏത് സമയത്ത് ആ പ്രശ്നങ്ങളുള്ള കാരണം അമ്മ നിൻ്റെ കൂടെ 24 hours ഉണ്ടാകും. അതാണ് ഈ മുല്ലപ്പൂ മണവും മഴവില്ലും പലതരത്തിലുള്ള ആൾക്കാർക്ക് പല പല അനുഭവങ്ങൾ വരണില്ലേ. അത് എന്തുമാത്രം അനുഭവങ്ങളാണ് വരുന്ന ആൾക്കാർക്ക്. അതാണ് സഞ്ചാരി മാതാവ്. അപ്പോൾ ഇതിൻ്റെ ഈ ജോജി ഭയങ്കര ഇതിൻ്റെ ഒരാളാണ്. കാര്യം അമ്മ സഞ്ചാരി മാതാവാണെന്ന് വളരെ വ്യക്തമായിട്ട് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അത് വൈഫിനും അറിയാം. അപ്പോൾ അമ്മ ഇവർ തടഞ്ഞു നിർത്തുമ്പോൾ പറയും, അമ്മേ ഇതിനൊരു മറുപടി ഇപ്പം പറയണം എന്ന് പറയും. കാര്യം ഞങ്ങൾക്ക് മനസ്സിൽ മറുപടി. അപ്പോൾ അവർ പൈസ തന്നിട്ട് പോയാൽ മതി എന്നാണ് പറയണത്. ഉടനെ അമ്മ അവൾക്കൊരു മറുപടി കൊടുക്കും. പറയാം, മനസ്സിൽ തോന്നിക്കും. പറയും അവൾ നട്ടല്ലോട് പറയും, പിന്നെ ഞങ്ങളുടെ പകുതി നിങ്ങളുടെ കയ്യിലില്ലേ, അത് പകുതിയോളം വരും നിങ്ങൾക്ക് തരാനുള്ള വാടക ഇനത്തിൽ. പിന്നെ അത്രയും പകുതിയോളം ഞങ്ങളുടെ മെഷീനറീസ് അതിൻ്റെ അകത്തുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണങ്ങൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തു. നിങ്ങളുടെ വിലക്ക് നിങ്ങൾക്ക് എന്തുമാത്രം കാശ് തരാനുണ്ട് അത്രയും ഉപകരണങ്ങൾ ആ കടയുടെ അകത്ത് കിടപ്പുണ്ട്. അതെടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറയും. സോ ഓക്കെ, ക്ലിയർ. ആ ഒന്ന് സ്പോട്ടിൽ അതായത് ഈശോ പറഞ്ഞിട്ടുള്ളതാണത്. എന്താണ്? നിങ്ങൾ ന്യായാധിപന്മാരുടെ തിരുസന്നിധി ചെല്ലുമ്പോൾ എന്ത് പറയണം? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:19. മത്തായി 10:19. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സഞ്ചാരി മാതാവേ, കൃപയുടെ അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ഉടമ്പടി ഒരു ബോധമാണ്. എന്താ ബോധം? നമ്മൾ എവിടെ ചെന്നാലും മുൻകൂട്ടി പറയേണ്ട കാര്യങ്ങളില്ല. ആ സമയത്ത് അറിവ് നൽകുന്ന സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ജോജിയുടെ വൈഫ് പറഞ്ഞത്, അമ്മ ഇവിടെ ഉണ്ടല്ലോ, ഈ പെരുവഴിയിലാണെങ്കിൽ അമ്മ ഉണ്ടല്ലോ, ഇവരോട് സമാധാനം പറയാൻ പറയും. പെട്ടെന്നാണ് സമാധാനം പറയാം. ലൈറ്റ്നിങ് മിന്നൽ പോലെ സമാധാനം പറയും. അവരവരുടെ വഴിക്ക് പോകും. അവരുടെ വഴിക്ക് പോവുകയും ചെയ്യും. 3 ദിവസത്തിലുള്ള സാധനം റൈറ്റ് ഓഫ് ആകും. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഇമ്മീഡിയറ്റ്. അപ്പോൾ ഇത്രയും നമ്മൾ ബലമുള്ളവരാണെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടി നിങ്ങൾ ഉഴപ്പരുതെന്ന് പറയേണ്ടതും. ഉടമ്പടി ഒരു ടെക്നിക്കലായിട്ടുള്ള ആക്ടിവേഷൻ അല്ലാതെ, ഇപ്പം മൊബൈൽ ആക്ടിവിറ്റി ചെയ്യത്തില്ലേ, ആ ബട്ടൺ കുത്തി ഈ ബട്ടൺ കുത്തി ഇങ്ങനെ കുത്തി സേവ് ചെയ്ത് സെൻഡ് ചെയ്ത് അങ്ങനെയുള്ള മെക്കാനിസം അല്ല ഉടമ്പടി.
ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയും ഒരു ബിഹേവിയറിസമാണ്. കവനൻ്റ് ഇസ് നോട്ട് എ മെക്കാനിസം ബട്ട് എ ബിഹേവിയറിസം. ബിഹേവിയറിസം ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, ഒരു ബിഹേവിയർ ലൈഫാണത്. ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടി, നമ്മുടെ പെരുമാറ്റം കണ്ടാൽ ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ളത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി ജീവിതമെന്ന പെരുമാറ്റ രൂപങ്ങളിലേക്ക് ഞങ്ങളെ പരിവർത്തനം ചെയ്യിക്കണമേ. ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്ന് പറയണതേ, ഇപ്പം കരുണ കാണിക്കാൻ കുറച്ച് സമയമെടുക്കുകയാണെങ്കിൽ അത് പ്രെയർ ടൈമാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി 3 ആക്ടിവേഷൻ പ്രിൻസിപ്പിളുണ്ട്. എന്തൊക്കെയാണ്? പ്രെയർ, പ്രൊക്ലമേഷൻ ആൻഡ് പ്രാക്ടീസ്. എന്തൊക്കെയാണ് ഉടമ്പടിയിലെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ 3 എണ്ണമാണ്. എന്താണ്? പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം. ഇതൊക്കെ ആദ്യകാല ക്ലാസ്സെങ്കിലുള്ളതാണ്. ഇപ്പം ഞാൻ പറയാറില്ല, ഇപ്പം നിങ്ങളോട് പറയണേ. ഉടമ്പടിയിൽ ഒരു സംഭവം ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിൻ അതിനകത്ത് ലിങ്ക് പോകരുത്. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ്റമഴ പോലെ തന്നെയും പിന്നെയും പെയ്യുകയല്ല. അതിൻ്റെ പ്രാർത്ഥന മനസ്സാണ്. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ഓർക്കുക, ചിന്തിക്കുമ്പോഴൊക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ എടുത്ത് നോക്കുക. അതിനാണ് അരമണിക്കൂർ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ഥലത്തിൽ വായിക്കാനുള്ളതല്ല, 2 മിനിറ്റും 3 മിനിറ്റൊക്കെ വായിച്ചാൽ മതി. അത് ബൈബിൾ തന്നെ എടുത്ത് വായിക്കണമെന്നില്ല. ബൈബിൾ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഓൺ ചെയ്തിട്ട് ബൈബിൾ വായിച്ചാൽ മതി. നമുക്കുള്ള സാധ്യതയെല്ലാം പ്രയോജനപ്പെടുത്തണം ഇപ്പോൾ ആൾക്കാർ. കാര്യം ഉടമ്പടി എടുത്തിരിക്കുന്നതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു 90% പേരും എബോവ് ആവറേജ് എഡ്യൂക്കേഷനുള്ള ആൾക്കാരാണ്. എബോവ് ആവറേജ്. അപ്പോൾ അവർക്കിതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ പെട്ടെന്ന് കഴിയും. അതുകൊണ്ടാണ് വെടിക്കെട്ട് സാക്ഷ്യങ്ങളൊക്കെ അവർ പറയുന്നതിൻ്റെ കാര്യത. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്കതിനെക്കുറിച്ച് തിട്ടമായിട്ട് കാര്യങ്ങൾ അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ കാലം നമുക്ക് നൽകുന്ന എല്ലാ സാധ്യതകളും ദൈവത്തിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ജോജിക്ക് ഇപ്പം ജോലിയില്ലാതെ നടക്കുകയല്ലേ. ഇപ്പം ജോജിയുടെ ഒരു പ്രശ്നമുണ്ട്, ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. ഈ കടയുടെ പ്രശ്നം മാത്രമല്ല, വേറെ ഒരു പ്രശ്നമുണ്ട് പുള്ളിക്ക്. പുള്ളിക്ക് പുറത്തൊന്നും ജോലി കിട്ടത്തില്ല. ഇതുപോലെ കടയെ കൃഷിയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. നാട്ടുകാർ ആരും ഒരു കമ്പനിക്കാരും ജോലി കൊടുക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ SLC ബുക്ക് കിട്ടിയപ്പോൾ മൊത്തം തെറ്റാണ് അഡ്രസ്സ്. ആ SLC ബുക്ക് വായിച്ചാൽ വീട്ടുപേര് തെറ്റാണ്, ഇനിഷ്യൽ തെറ്റാണ്, അയാളുടെ പേരും തെറ്റാണ്. ഇയാളെ ആ SLC കാലം തൊട്ട് ഈ മനുഷ്യൻ ഇയാളുടെ ജീവിതത്തിൽ വന്ന ശാപമായ പോലെ വന്ന സംഭവമാണ്. അത് കാരണം ഇത് തിരുത്താൻ വേണ്ടി RDO അതുപോലെ തന്നെ തഹസിൽദാർ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ, ഇങ്ങനെ ഗവൺമെൻറ് ഇതുപോലെയുള്ള തിരുത്തൽ സങ്കേതങ്ങളിലൊക്കെ പുള്ളിക്കാരൻ നടന്ന് ഒരു 2 കൊല്ലമൊക്കെ നടക്കും. അങ്ങനെ 20 വർഷം പല ഓഫീസിൽ കയറി ഇറങ്ങി ഇതിനു വേണ്ടി ഉണ്ടാകുന്ന അവർ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും ഉണ്ടാക്കിയിട്ടും ഇന്ന് വരെ ഒരു പുല്ലും നടന്നിട്ടില്ല. ആകപ്പാടെ വല്ലാത്ത ജീവിതം. ഇനി പഠിത്തത്തിൻ്റെ പരിപാടി നിർത്തി. എന്താ കാര്യം? സർട്ടിഫിക്കറ്റ് അഡ്രസ്സ് തെറ്റാണ്. ഇപ്പം നിങ്ങൾക്കറിയില്ല, പാസ്പോർട്ടിലൊക്കെ പേരൊക്കെ തരി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഒന്ന് റിജക്റ്റ് ചെയ്യും സംഭവം. ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞാനൊരു രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ നമ്മളാരും അവിടെ എമിഗ്രേഷൻ വെച്ചിട്ടില്ല. കമ്പ്യൂട്ടറാണ് എമിഗ്രേറ്റ് ചെയ്യണത്. നമ്മൾ ഡേറ്റ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ കൃഷ്ണമണിയും കൈയും കാലും അഡ്രസ്സും എല്ലാം ഓൾറെഡി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഒരു വരകം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ, റിജക്റ്റ് ചെയ്ത് കളയും. അത് കാരണം കൊന്തേഞ്ചേരിക്കൊണ്ടാണ്. അപ്പോൾ എന്നെ വിജയകുമാർ സാറ് സഹായിച്ച് അവിടെ ചെന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കാരണം. നമ്മൾ ഒരു സ്പെല്ലിങ് ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ റിജക്റ്റ് ചെയ്യും. അവിടെ ആളില്ല. അവിടെ മിഷനല്ലേ, മിഷന് കണ്ണും മൂക്കും ഉണ്ടാ, പറഞ്ഞാൽ മനസ്സിലാവുക. എന്ത് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ചെറുപ്പക്കാർ ഭയങ്കര ശ്രദ്ധിക്കണം കേട്ടാ, ഭയങ്കര സീരിയസ് കാര്യമാണ്. ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ. സാക്ഷ്യങ്ങളിലൂടെ
ഞങ്ങളോട് സംസാരിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ പെട്ടെന്ന് ജോജിയുടെ കടയെല്ലാം പൂട്ടി വരുമാനമെല്ലാം നിലച്ചപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞ്, എടാ ആലപ്പുഴ ഒരു മാതാവുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് തിരുത്തി തന്നെ നേരെയാക്കണ ആളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇവിടെ വന്നത്. മാതാവ് പലതരത്തിലുള്ള ആൾക്കാരെ അറിയപ്പെടുന്നത്. അവൻ ജോജിയുടെ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും. അങ്ങനെ പറഞ്ഞിരിക്കണം, ആലപ്പുഴ ഒരു മാതാവുണ്ട്, ഇതൊക്കെ നേരെയാക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇവിടെ വന്നപ്പോഴാണ് കേൾക്കണത് സഞ്ചാരി മാതാവാണെന്ന്. അപ്പോൾ അതിന് പുള്ളിക്ക് സന്തോഷമായി. എന്താ കാര്യം, പുള്ളി ഒറ്റക്ക് കിടന്ന് ജീവിച്ച ആളാണ്. പുള്ളിയെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആൾക്കാരില്ല. ഇപ്പം സഹായിക്കാൻ ഒരാളെ കിട്ടിയില്ല എന്നുള്ള സന്തോഷത്തിൽ പുള്ളി ഇത് കംപ്ലീറ്റ് ആയിട്ട് കയറി വിശ്വസിച്ച്. അങ്ങനെ അനുഗ്രഹം കിട്ടി, എൻ്റെ വിശ്വസിക്കാനുള്ള അനുഗ്രഹം കിട്ടി. ആ പുള്ളിയെ നോക്കിയപ്പോൾ ഇവിടെ ഓരോരുത്തും ഇല്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ കാര്യം, ഉപ്പുണ്ട്, പിന്നെന്താണ് ഉടമ്പടി തൈലമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. എന്താ കാര്യം, ഇതെല്ലാം ഒന്ന് പ്രാർത്ഥന, ഒന്ന് നമ്മൾ ഈ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണം എങ്ങനെയാണ്. 1 പ്രാർത്ഥന, 2 പ്രഖ്യാപനം, 3 പ്രയോഗം. അപ്പോൾ ഈ ഉപ്പൻ്റെതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ആക്ടിവേറ്റ് ചെയ്യാനാണ് പ്രയോഗം വരണത്. ഇതെന്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്താലും നമുക്ക് സാന്നിധ്യം സംലഭ്യമാകും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഉടമ്പടിയിൽ അയക്കുന്നവർക്കുള്ള ഓഫർ എന്താണ്, ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നിങ്ങൾ എവിടെയായിരുന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ ഉണ്ടാകുന്ന ആളിൻ്റെ ശക്തി അവിടെ സംലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രയോഗവിധികളുള്ളത്. ആ പ്രയോഗവിധികൾ എന്താ ചെയ്യണത്, അത് ഈ ജോജി പറയണ, ഞാൻ ഇത് അറിഞ്ഞോടുകൂടി ഞാൻ ഈ ഉപ്പ് എടുത്തുകൊണ്ട് വില്ലേജ് ഓഫീസിൽ പോയിരുന്നു. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം കേട്ടോ, നല്ല സാക്ഷിയാണ്. കാര്യം 20 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യമല്ലേ, സർട്ടിഫിക്കറ്റിൽ വന്നിരിക്കുന്ന പെശകല്ലേ. അപ്പോൾ എത്രയോ കാലം ഈ മനുഷ്യൻ ഇതുപോലെ വില്ലേജ് ഓഫീസ് മാറി വന്ന വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസിൽ പോവും. അവർ 100,000 ഉടായ്പകൾ പറഞ്ഞ് ഇയാളെ മടക്കുകയാണ് പതിവ്. അയാൾ വെൽക്കം ചെയ്യത്തില്ല. പക്ഷേ ഇയാളെന്ത് ചെയ്ത് ചെല്ലുമ്പോൾ തന്നെ പുള്ളി പറയുന്നത്, ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിൻ്റെ 2 തരികൾ വില്ലേജ് ഓഫീസിൽ ഇട്ടെന്ന്. അതാണ് പ്രയോഗം എന്ന് പറയണത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അയാളത് പറയുന്നുണ്ട്, ഇത് കൂടോത്രം മന്ത്രവാദമൊന്നുമല്ല, ഒരു വ്യക്തിയിലെ വിശ്വാസത്തെ പ്രയോഗിക്കുന്നതാണ്. എന്താ വിശ്വാസം? അവൻ്റെ വിശ്വാസം എന്താ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതിൻ്റെ ആക്ടിവേഷനിലാണ് ഈ ഉപ്പ് ഇടണത്. എന്താ കാര്യം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇടണത്. തടസ്സങ്ങൾ മാറ്റുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ 10:17 വായിച്ച് 10:17 അപ്പോസ്തലന്മാർക്ക് തടസ്സങ്ങൾ മാറ്റാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. ലൂക്ക 10:17 വായിച്ചവനെ ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 10:17 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അതാ ആർക്കാണ്? ക്രിസ്തുവിനല്ല. ഇതാരാണത് പ്രഖ്യാപിക്കണം, അവന് കീഴ്പ്പെടുകയാണ്. അതാ എൻ്റെ ഫോർമുല. എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് 10:17 ലൂക്ക എന്താ പറഞ്ഞ? കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പൊ പിശാച് വരെ കീഴ്പ്പെടുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ നിയമങ്ങളൊക്കെ അതിന് താഴെ ഉള്ളൂ. അപ്പൊ ലോകത്ത് നിന്റെ ജീവിതത്തിന് അട്ടിമറിക്കുന്ന എല്ലാ ശക്തികളെയും തട്ടിത്താഴെയിടാൻ വേണ്ടിയുള്ള പ്രയോഗവിധികളാണ് വിശ്വാസ പ്രഖ്യാപനത്തിൽ വരണത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി.
യേശു ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്, യേശു ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. വിശ്വസിച്ച് കഴിയുമ്പോഴേ ആരാണ് നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? യേശു മരിച്ചുയർത്തുന്നിട്ട് യേശു ആരാണെന്ന് വിശ്വസിക്കുന്നു? യേശു കർത്താവാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 10:17. ശ്രുതികട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം. ഹല്ലേലൂയ. റോമ 10:9. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ എല്ലാ തരത്തിലും രക്ഷപ്പെടുന്നതിനുള്ള ഫോർമുല എന്താണ്? യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. അപ്പോൾ അവിടെ എന്താ പ്രശ്നം? അപ്പോഴേ നമ്മൾ ആരെയും പോയി പട്ടാങ്ങിയായിട്ട് നിൽക്കത്തില്ല. സാറേ എന്തെങ്കിലും മാർഗം കൊണ്ട് ചെയ്ത് തന്നെ കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ടതാണെന്ന് പട്ടാങ്ങി പറയത്തില്ലേ? അത് യേശു കർത്താവായിട്ട് സ്വീകരിക്കുന്നവൻ അനാവശ്യമായ പട്ടാങ്ങി. അപ്പോൾ നിങ്ങളെങ്ങനെ സാറേ എന്ന് പറഞ്ഞിങ്ങനെ കെഞ്ച് അവരൊക്കെ കൊടുക്കേണ്ട മാന്യത കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. കാര്യം സമൂഹത്തിൻ്റെ സെർവൻ്റാണ് അവർ, ദൈവം അതിനുവേണ്ടി വെച്ചിരിക്കുന്നതാണ് അവർക്ക്. പക്ഷേ അവിടെ തട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരോട് മാന്യതയില്ല പെരുമാറുകയും ചെയ്യരുത്, മനുഷ്യത്വരഹിതമായിട്ട് അവർ സംസാരിക്കരുത്. നിങ്ങൾ മാന്യത ദൈവത്തിൻ്റെ പൈതലിനെ പോലെ തന്നെ സംസാരിക്കണം. പക്ഷേ അതേസമയം തന്നെ അവരെ ദൈവത്തിൻ്റെ സ്ഥാനത്തെടുത്ത് വെക്കരുത്. ചില ആൾക്കാർക്ക് പറ്റണില്ലേ? ചില ഡൈവേഴ്സായിട്ടുള്ള ദമ്പതികളൊക്കെ കൗൺസിൽ ചെയ്യുമ്പോൾ ഇവർ ആദ്യകാലത്ത് നിങ്ങളെനിക്ക് ദൈവത്തെ പോലാണെന്നൊക്കെ പറയത്തില്ലേ? കാലെപ്പടി നിലത്തിട്ടടിക്കണം. അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യനോട് സംസാരിക്കരുത്. അതായത് ദൈവത്തിൻ്റെ പേര് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്നേഹം കൊണ്ട് ഭ്രാന്തി കയറുമ്പോൾ വല്ല വെളിവ് കേടൊക്കെ പറയും, അതെല്ലാം റെക്കോർഡ് ആവും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് വെളിവ് കേടുമ്പോഴേ തലക്ക് അസുഖം വരുമല്ല, സ്നേഹം കൊണ്ട് തലക്ക് വെളിവ് പോവില്ല, അപ്പോൾ കയറി പറയും. പണ്ടൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ്, ഒരു തെറിയും കുട്ടി പറഞ്ഞ്. അപ്പോൾ അന്ന് ഞാൻ കൊച്ചാണ്, എൻ്റെ ആൾ 6 വയസ്സിലാ പറ്റുള്ള. അയാൾ എന്നോട് പറഞ്ഞതല്ലേ, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ്. ഇങ്ങനെക്കാൾ വലിയ ദൈവത്തെ ഞാൻ വിശ്വസിക്കണില്ല, ദൈവത്തെ കൂടി തെറി പറഞ്ഞിരിക്കണേ. അയാൾ 45 ദിവസം കിടന്ന് മരിച്ചു. നമ്മൾ ദൈവത്തിനെ കൂട്ടി ഒന്നും പറഞ്ഞേക്കരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആർക്കും വില കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഞായറാഴ്ചയൊക്കെ കുർബാനയ്ക്ക് വരുമ്പോൾ ആ കുർബാനയേക്കാൾ വലിയ അളിയൻ വീട്ടിൽ വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുർബാന മുടക്കത്തില്ലേ? നിങ്ങളുടെ കാര്യത്തിൽ ഒരു കൊല്ലത്തെ ബാധ്യതയാണ് വലിച്ചു വെക്കണത്. ഒരു കൊല്ലത്തെ കാര്യം നിങ്ങളെ പിടികൊടുത്തു പോയി ദൈവത്തിന്. കാര്യം എന്താ? നിങ്ങളുടെ ദൈവം അളിയനായിപ്പോയി. അതുകൊണ്ടാണ് ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയണത്. ഈ വലിഞ്ഞു കയറി പണ്ടാരം നമുക്ക് പണിയുണ്ടാക്കാൻ വേണ്ടി കുർബാന സമയത്ത് കയറി വരാതിരിക്കാൻ വേണ്ടിയാണ് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കണത്. ആ ഉടമ്പടി കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, പിന്നെ എന്താണ്? തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ബ്ലോക്ക് പ്രാർത്ഥനയാണത്, ബന്ധന പ്രാർത്ഥനയാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിലേക്കുള്ള ജീവിത വഴികളിൽ പിശാച് വരഞ്ഞു കയറി വരരുത്. പിശാച് ചിലപ്പോൾ അളിയൻ്റെ രൂപത്തിൽ വരും, അപ്പൻ്റെ രൂപത്തിൽ വരും. ദൈവത്തിൽ നിന്ന് നിങ്ങളെ തള്ളിക്കളയുന്ന മാതാപിതാക്കന്മാരാണെങ്കിൽ പോലും ദൈവത്തിൽ നിന്ന് നിങ്ങളെ മാറ്റരുത്. ഇപ്പോൾ ചില കുഞ്ഞുങ്ങളില്ലേ, പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് വലിച്ച് അറിയത്തിൻ്റെ മനസ്സമ്മതത്തിന് കൊണ്ടുപോകും. കാറ്റഗിസവും മുടങ്ങും, പള്ളി കുർബാനയും മുടങ്ങും. ആ കുഞ്ഞ് കുർബാന കൂടിയോ അപ്പം കുഞ്ഞിന് അപ്പം തന്നെ മനസ്സിലാകും ആൻറ്റി കുർബാനയേക്കാൾ വലുതാണ് ആൻറ്റിയുടെ മനസ്സമ്മതം. ആൻറ്റി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ പിരിഞ്ഞു പോവുകയും ചെയ്യും, 2 കൊച്ചുങ്ങളെ കയ്യിലും ഉണ്ടാവും. എന്താ? ദൈവത്തിനെ വഞ്ചിച്ച് ചെയ്ത പരിപാടികളാണ് എല്ലാ പരിപാടി. ദൈവത്തെ മറന്ന് ജീവിക്കരുത്. അതായത് ഉടമ്പടി ഒരു ജീവിത രീതിയാണത്.
അപ്പോൾ എപ്പോൾ ജീവിക്കുമ്പോഴും നമുക്കൊരു ബോധം ഉണ്ടാകണം ദൈവവുമായിട്ടാണ് ജീവിക്കണതെന്ന്. അല്ല തരം കിട്ടുമ്പോൾ തരങ്ങളെ പോലെ മുടി ഉണ്ടെങ്കിൽ ചാഞ്ഞും ചെരിച്ചും കെട്ടാമെന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് കെട്ടാനും ദൈവത്തെ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഡാസുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈശോ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എപ്പോഴും പ്രാർത്ഥിക്കണമല്ലേ? എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചങ്കയെക്കൊണ്ട് പ്രാർത്ഥിക്കത്തില്ല, മനസ്സെ കൊണ്ട് പ്രാർത്ഥിക്കണം ആ സംഭവം. അല്ലാതെ കർത്താവ് ഉറപ്പിച്ചാൽ പട്ടിക പോലെ 2 2 4 പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ സംഭവത്തിന് ഫലമില്ലാതെ വരണത്. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥന ആദ്യം ഓൺ ചെയ്യണം. നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നണം. ഞാൻ എന്താണ് ചെയ്യണത്? ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യണമെന്ന് ഇപ്പം തന്നെ ആൾക്കാർ പള്ളിയിൽ കുർബാനക്ക് വിടുമ്പോൾ സമയത്തായിരിക്കും ചിലപ്പോൾ പണിപ്പാട്ടിൽ നിന്ന് മുതലാളി വിളിക്കണത്. അപ്പോൾ തന്നെ മൊബൈൽ അടിക്കുമ്പോൾ തന്നെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് അച്ഛൻ പറയുമ്പോൾ ഇവൻ മൊബൈലും കൊണ്ട് പുറത്തേക്ക് ചാടും. അപ്പം നിങ്ങൾ കുർബാന ഉയർത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മറ്റേ മൊബൈൽ എടുക്കാതിരിക്കാൻ പറ്റണില്ല. നിങ്ങൾക്ക് പേടിയാണ്. എന്താ? ഇപ്പം മൊബൈൽ എടുത്ത് പണി പോയാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ. അപ്പം കർത്താവിനേക്കാൾ നിങ്ങളുടെ കർത്താവിനേക്കാൾ വലുതായി പണി. അപ്പം പണി വരണുണ്ട് അവറാച്ചാന്ന് കർത്താവും പറയും. എന്താ കാര്യം? ഗതി പിടിക്കത്തില്ല. അതാണ് വിഷയം. ഇത് വലിയ പുലിവാലി പിടിച്ച അത് നിങ്ങൾ ഉഡായ്പ പാർട്ടിയാണെങ്കിൽ ഓർക്കുക, ഉഡായ്പ പുറകെ വരും, നിങ്ങൾക്ക് പുറകെ വരും കൂടെ. അതായത് ഇതുപോലെ ദൈവം നിങ്ങളെ ഒരു കാര്യമുണ്ട്, ദൈവം വന്ന് ഉന്തിത്തള്ളി ആരെയും ഒന്നും ചെയ്യത്തില്ല. എല്ലാ അണ്ണന്മാരും പണി മേടിക്കുന്ന സെൽഫ് ഗോൾ അടിച്ചിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് വൈദികൻ കുർബാന ഉയർത്തുമ്പോഴായിരിക്കും പണിപ്പാട്ടിൽ നിന്ന് നാളെ ഇന്ന് ഞായറാഴ്ചയാണ്, ഇപ്പം നാളെ തിങ്കളാഴ്ച പോകേണ്ട ഹാങ് ഓവർ ആണെന്ന് പറഞ്ഞിരിക്കണ കക്ഷി. പിന്നെ അമ്മയെ ഭാര്യ തള്ളി പറഞ്ഞു ഉന്തിയിട്ടിട്ടാണ് പള്ളിയിൽ വന്ന് നിൽക്കണത്. അപ്പോൾ പകുതി മനസ്സ് ഇവിടെയും പകുതി മനസ്സ് വീട്ടിലും, അങ്ങനെ ഹാങ് ഓവറിലാണ് കുർബാനയും കൂടണത്. ഈ പന്നി എപ്പോഴും പണി മേടിക്കുന്ന കാര്യത്തിൽ ഉറപ്പായ കാര്യമാണത്. നിങ്ങൾ ദ്രവിച്ചു പോകുകയോ നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണ്ടോ ഏതോ ചെയ്ത നെറിവുകേടിന് ഇരന്നിരന്ന് പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാം സെൽഫ് ഗോളുകളാണ് അടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പണ്ട് മുതലുള്ള തന്ത്രം ഇതാണ്, ഒരു മനുഷ്യൻ നേരിട്ട് ഉപദ്രവിക്കത്തില്ല, അവൻ തന്നെ സെൽഫ് ഗോൾ അടിച്ചു പോകാൻ വേണ്ടി അവർക്ക് അവസരം കൊടുക്കും. അത് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്, അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കണം. പണി വരല്ലേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞെന്താ അറിയാവോ? കർത്താവ് നമ്മളെ ഉടമ്പടി എടുത്തവരെ യാത്രയാക്കുമ്പോൾ കർത്താവ് നൽകുന്ന ഒരു ആശീർവാദമുണ്ട്. എന്താണ്? ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് ഉടമ്പടിയിലായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് നൽകുന്നൊരു ആശീർവാദമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാരുടെ അതിനേക്കാൾ റോളിലല്ലേ വന്നത്. കർത്താവിൻ്റെ തുല്യ പങ്കാളികളായിട്ട് ദൈവം പറഞ്ഞത് അതുപോലെ നിബന്ധന പാലിച്ചോളാമെന്ന് പറഞ്ഞ് വിശുദ്ധിയോടെ ജീവിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം ജീവിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഒരു ഓത്തെടുത്ത് പുറത്തേക്ക് പോകുകയല്ലേ. അപ്പം അങ്ങനെ ദൈവത്തിന് പോകുമ്പോൾ എന്താ പറയണത്? ശിഷ്യന്മാരെല്ലാം കർത്താവിൻ്റെ അടുത്ത് നിന്ന് പോയപ്പോഴെന്താണ് ഈശോ പറഞ്ഞത്? 10:19 എടുത്ത് ലൂക്കാ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. അതാണ് ഈ പ്രയോഗം എന്ന് പറയണത്. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചോന്നുകൊണ്ട് 10:9 അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഉപ്പ് പ്രയോഗിക്കുന്നത്. ഉപ്പല്ല അവിടെ പ്രശ്നം. ജോജി വൃത്തിയായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുക? ഉപ്പല്ല നമ്മൾ രക്ഷപ്പെടുത്തണത്. പിന്നെന്താണ്? അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള അമ്മയുടെ സാന്നിധ്യമാണെന്ന് കൈയടിക്കട്ടെ. സഞ്ചരിച്ച് നീ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതിന് ശക്തിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. മഹത്വം മഹത്വം. കൃപയുടെ പൂവാമേ സഞ്ചാരമാവേ കൃപ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇപ്പൊ എംപവർ ചെയ്താണ് വിടുന്നത്, പവർ അടിച്ചാ പോണ ഇവിടുന്ന്. എന്താ കാര്യം? ഇതാ അത് 10:9 അതിൽ വാഗ്ദാനമാണ്. അതിന്റെ വാഗ്ദാനം എന്താണ്? ഇതാ സർപ്പങ്ങളുടെയും പറഞ്ഞേ, സർപ്പങ്ങളുടെയും ലൂക്കാ 10:19 ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും. ഇപ്പൊ സർപ്പം ഉണ്ടാകും, തേളും ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇടജന്തുക്കൾ ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കണം എന്നല്ല പറഞ്ഞ. സർപ്പത്തിൻ്റെ സ്വഭാവം എന്താ? 2 സ്വഭാവമേ പാട്ടിക്കുള്ളൂ. പാട്ടിയുടെ ബിഹേവിയർ എന്താ? സർപ്പത്തിൻ്റെ ബിഹേവിയർ, മൂർഖൻ്റെ ബിഹേവിയർ എന്താ? 2 സ്വഭാവമേ ഉള്ളൂ. ഒന്ന് ഇര പിടിക്കുക, മറ്റത് ആൾക്കാരെ കൊത്തിക്കൊല്ലുക. 2 കാര്യങ്ങളല്ലേ പുള്ളിക്കുള്ളത്. ഈ സ്വഭാവമുള്ള എന്തുമാത്രം ആൾക്കാരാണ് ഉള്ളത്? അതാണ് സർപ്പം എന്ന് പറയുന്നത്. 2 ചില ആൾക്കാർ വാ വിളിക്കണത് എന്തിനാണ്? മറ്റുള്ള കുറ്റം പറയാൻ, അവരെ എടുത്തി താത്താൻ, അവരുടെ ചിത്രപഥം തരാൻ, അവരെ തേജോവധം ചെയ്യാൻ. രണ്ടാമത്തത് എന്താണ്? അവരുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി. അതന്നെ സർപ്പം എന്ന് പറയണത്. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും സർപ്പമാണെന്ന് നിങ്ങൾ ഓർത്തേക്കണം. നിങ്ങൾക്ക് ചുറ്റും സർപ്പമാണ്. പിന്നെ എന്താ? തേളിലും പണ്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു. സന്യാസി കുളിക്കാൻ വേണ്ടി വന്നപ്പോൾ തേള് വെള്ളത്തിൽ കിടക്കണം. ആ ഉദക്ക് കല്ല് ഇറങ്ങി പുഴയെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഉണ്ട് ഒരു പാവം പിടിച്ച തേള് അത് അവിടെ കിടന്ന് നീന്തി കിരക്ക് കയറണില്ല, ചത്തുപോകാനായി. അപ്പം സന്യാസിക്ക് ഒരു സങ്കടം തോന്നി. ആന ഒതുക്കുകയല്ലേ ഇരുന്നുകൊണ്ട് ആ തേള് പൊങ്ങിക്കിടക്കുകയല്ലേ വെള്ളത്തിൽ. അപ്പം അതിൻ്റെ കൂടി കൈ കൊണ്ടുവന്ന് തേളിനെ പൊക്കിയെടുക്കുക ഒറ്റ കുത്ത്. അപ്പോൾ സന്യാസി പറഞ്ഞു, എടാ ഞാൻ നിന്നെ രക്ഷിച്ചില്ല, നീ മരിക്കാൻ പോകുമ്പോൾ എന്നിട്ട് നീ എന്നെ കുത്തിയാന്ന് പറയുമ്പോൾ തേളിന് ഭയങ്കര സങ്കടം. എന്താ കാര്യം? ഞാൻ തേളല്ലേ എന്ന് കുത്താതിരിക്കാൻ പറ്റുക? അത് സന്യാസിയാണെന്ന് പറഞ്ഞാലും തേളിനെ കുത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര നന്മ ചെയ്താലും ചില ആൾക്കാർ നമുക്കിട്ട് പണി തരും. അതിനാണ് തേളെന്ന് പറയണത്. അതാണ് ലൂക്കാ 10:19 എന്താണ്? ഇതാ പറഞ്ഞ ഇതാ സർപ്പങ്ങളുടെയും തേളിന്റെയും ശത്രുവിന്റെ സകല. അപ്പൊ ശത്രുവിന് സകല ശക്തികളുണ്ടേ. ഇപ്പൊ ഈ മനുഷ്യന് 20 കൊല്ലമായിട്ട് സർട്ടിഫിക്കറ്റ് തിരുത്താൻ നടക്കുകയാണ്. ഈ വില്ലേജ് ഓഫീസർ മാറി വരുന്ന വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ തഹസീൽദാരും ആർഡിഒയൊക്കെ പറഞ്ഞ എല്ലാ പേപ്പറും കൊണ്ടുവന്നിട്ടും ഒരു മനുഷ്യനും ഒപ്പിടത്തില്ല. തട്ടി ആ ജീവിതം ഒരു പരുവത്തിലാക്കി. ഗതികിട്ട പ്രേതം പോലെ ഈ മനുഷ്യൻ ചെവി ചെമ്പരത്തിപ്പൂവും വെച്ച് നടക്കുകയാണ്, തെക്ക് വടക്ക് നടക്കുകയാണ്. അപ്പോഴാണ് അറിഞ്ഞത് ആലപ്പുഴത്തെ മാതാവ് സർട്ടിഫിക്കറ്റ് തിരുത്തണമുണ്ടെന്ന്. ആ മനുഷ്യൻ ഇവിടെ വന്ന് അമ്മയുടെ നിന്ന് ഉപ്പ് കൊണ്ടുപോയിക്കൊണ്ട് വില്ലേജ് ഓഫീസിൽ ഇട്ടേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ ഉപ്പിടുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? യേശു കർത്താവാണ്. വില്ലേജ് ഓഫീസറല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. അതാണ്, യേശു കർത്താവാണ്. തഹസിൽദാരല്ല കർത്താവ്, ഗവൺമെൻറ് നിയമങ്ങളല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. അപ്പോൾ യേശു കർത്താവാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും നാൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അധികാരികളെയും കർത്താക്കന്മാരൊക്കെ ആ പീഠത്തിൽ നിന്ന് ഇറക്കി വെക്കണം. നിങ്ങളുടെ പല കാര്യങ്ങളും നടക്കാത്തതിൻ്റെ കാരണം നിങ്ങളെ പല ആൾക്കാരെയും ദൈവത്തിൻ്റെ സ്ഥാനത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. ബൈബിൾ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്ഥാനത്ത് പീഠത്തേക്കേറ്റ് വെച്ചിരിക്കുന്ന അണ്ണന്മാരെല്ലാം താഴെ ഇറക്കണം. എന്താണ്? ഒരാൾ മാത്രമാണ് നിങ്ങളുടെ മരിച്ചിട്ട് ഉയർത്തുന്നേറ്റത്, ഒരാൾ മാത്രമാണ് നിങ്ങളുടെ ഭാരങ്ങളും പാപങ്ങളും ഏറ്റെടുത്തത്. അവരെ പിതാവായ ദൈവം മഹത്വപ്പെടുത്തി ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോഴേ മരണത്തിന് ഞാൻ നാഥനായിരിക്കുന്നവനെ കർത്താവ്, അത് യേശു ക്രിസ്തുവാണ്. കൈയടിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടിയിലൂടെ ഉടമ്പടി വിശ്വാസ പ്രയോഗ വസ്തുക്കള്, നമ്മൾ നേർച്ച വസ്തുക്കളെന്ന് പറഞ്ഞ വസ്തുക്കളേക്ക് തന്നു വിടുമ്പോൾ അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്താണ്? വിശ്വാസ പ്രമാണമാണത്. ജോജി അത് കൃത്യമായിട്ട് ചെല്ലുന്നുണ്ട്.
അപ്പം നമ്മൾ ചുണ്ടേ കൊണ്ട് എന്ത് ചൊല്ലിയാലും അതിൻ്റെ വേര് ചങ്കിലുണ്ടാകണം. നമ്മളൊരു സാധനം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ കുറിക്കണം ഞാൻ എന്താണ് പറയണതെന്ന്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് യേശു കർത്താവാണെന്ന് നിങ്ങൾ അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ആ അത്തരം കൊണ്ട് ഏറ്റു പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം മരിച്ചൊന്ന് ഉയർപ്പിച്ചെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നീയാണ് കർത്താവെന്ന് ജീവിത രംഗങ്ങളിലെ ഞങ്ങൾ ഏറ്റുപറയുന്ന ഓരോ ശ്വാസത്തിലും എന്റെ കർത്താവേ, എന്റെ ചങ്കില് ഞാൻ വിശ്വസിക്കുന്ന നിന്നെ പിതാവായ ദൈവം ഉയർപ്പിച്ചുവെന്ന് ഞാൻ നിന്റെ വിശ്വാസത്തിലെ ഉയർപ്പിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ സഹായിക്കണമേ. യേശു ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്, യേശു ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ നാഥനേ, യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പൊ വിശ്വാസത്തിൽ ഇതുപോലെ വസ്തുക്കൾ പ്രയോഗിക്കുമ്പോൾ അണമുറിയാതെ ചെല്ലേണ്ട കാര്യം എന്താണ്? വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? 3 കാര്യങ്ങൾ വേണം. വിശ്വാസം വേണം, ദൈവസ്നേഹം വേണം, പ്രത്യാശ വേണം, ദൈവിക പുണ്യങ്ങൾ. ദൈവിക പുണ്യങ്ങൾ 3. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ പട്ടിക പോലെ നമുക്കിങ്ങനെ യാന്ത്രികമായിട്ട് ചെല്ലാൻ പറ്റും. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യത്തില്ല. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഞങ്ങളൊക്കെ ചെല്ലണം. ഒരു വിശ്വാസ പ്രമാണം ചെല്ലിയാൽ ആ വിശ്വാസ പ്രമാണത്തെ സ്ഫോടകാത്മകമാക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ TMD ഉണ്ട്. അതെന്താണ്? ആ TMD എന്ന് പറയുന്നത് സ്ഫോടക വസ്തു എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇപ്പം ഇത് എന്താ വെച്ചാൽ ഈ TMD എപ്പോഴും റിവൈസ് ചെയ്തിരിക്കണം നമ്മൾ. അതിൻ്റെ കാര്യം ഇപ്പോൾ ദീർഘദൂര മിസൈൽ എന്ന് പറയത്തില്ലേ, 4000 അടിയൊക്കെ പോകണ അല്ലെങ്കിൽ 6000 അടിയൊക്കെ പോകണ അഗ്നിവീറൊക്കെ സംഭവം, അഗ്നിയൊക്കെ ഇല്ലേ. അപ്പോൾ അതിൻ്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രയോജനിക് ഇന്ധനം ഭയങ്കര സമ്പുഷ്ടമായിരിക്കും. അത് റിഫൈൻ ചെയ്തിരിക്കണമായിരിക്കും. റിഫൈൻ്റെ ഫോർമുല വളരെ ഷാർപ്പായിട്ടുള്ള ഫോർമുല ആയിരിക്കും. ഇതുപോലെ നിങ്ങളുടെ വിശ്വാസം ഷാർപ്പാകുമ്പോൾ, നിങ്ങളുടെ പ്രത്യാശ ഷാർപ്പാകുമ്പോൾ അതിനേക്കാൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഷാർപ്പാക്കേണ്ട ഒരു കാര്യം എന്താണ്? ദൈവസ്നേഹം. ദൈവപൈതലെ ശ്രദ്ധിക്കുക. നിങ്ങൾ രോഗികളെ കാണാൻ പോകുന്നു, വീട്ടുകാരോട് നിങ്ങൾ പെരുമാറുന്നു, അഗതികളോട് പെരുമാറുന്നു, നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രാർത്ഥനാവിധികളോട് ജീവിക്കുന്നു, സുവിശേഷം നിങ്ങൾ കൈമാറാൻ വേണ്ടി പത്രങ്ങൾ കൊടുക്കുന്നു, പത്രത്തെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുന്നു. അതെല്ലാം ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ അടിസ്ഥാനപരമായ ഓരോ ദിവസവും സ്നേഹത്തിൻ്റെ ലെവൽ കൂടി വരണം. അത് നിങ്ങൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. ഓരോ കാര്യം ഓരോ ദിവസം ചെല്ലും തോറും ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ കൂടുന്നുണ്ടോ? അതാണ് ഇതിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. ഉടമ്പടി വ്യക്തി മെനയമന ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ദൈവസ്നേഹം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ അച്ഛനായിട്ട് 39 കൊല്ലമായില്ലേ, 30 കൊല്ലം അടിക്കടി ദൈവസ്നേഹം കൂടിയിട്ടേ. അതുകൊണ്ടല്ലേ അത് നമ്മളിങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ അമ്മ പ്രത്യക്ഷപ്പെടുന്നതും അതുപോലെ തന്നെ പുതിയ ഉടമ്പടി തരണതും 10,000 രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിന് നമ്മുടെ കാലത്തിന് ആനുപാതികമായിട്ട് നമ്മൾ ദൈവത്തിൽ വളരണം. അതിന് ഏറ്റവും വലിയ മാർഗം എന്ന് വെച്ചാൽ ദൈവസ്നേഹം കിട്ടുമെന്ന് കണ്ട എൻ്റെ മക്കളെ, ചില വെള്ളമടിക്കാരുണ്ടല്ലോ, മരണ വീട്ടിൽ നിന്ന് മാറത്തില്ല. അന്ന് വരെ ആ വീട്ടുകാരോട് യാതൊരു സ്നേഹമില്ല അവർക്ക്. അപ്പം അവിടെ മരിച്ചു കഴിഞ്ഞാൽ പൊരിഞ്ഞ സ്നേഹമായിരിക്കും. നമ്മളവർക്ക് മരിച്ചാനോടുള്ള താല്പര്യം കൊണ്ടാണ്. അങ്ങനെയല്ല. ആ രാവിലെ പോയി നിൽക്കണത് വൈകുന്നേരം വരെ എല്ലാ ചവപ്പെട്ടിക്ക് ഓടുന്നു, റീത്തിനോടുന്ന്, ഉടുപ്പിനോടുന്ന്, പന്തലിടാൻ കൂടുന്നു, കസരെടുത്ത് വെക്കുന്നു. ഭയങ്കര പരിപാടിയായിരിക്കും. എല്ലാം കുഴിച്ചിട്ട് കഴിയുമ്പോൾ സന്ധ്യയൊക്കെ സെമിത്തേരിയിൽ ഇവരും ഉണ്ട്. ആ ബന്ധുക്കളെല്ലാം പോയാലും ആ വീട്ടുകാരുടെ കൂടെ ഈ കക്ഷിയും ഉണ്ടാകും. അപ്പോൾ അവർ ഒറ്റ ചോദ്യം ചോദിക്കത്തുള്ളൂ, അപ്പം എങ്ങനെയാണെന്ന് ചോദിക്കും. എന്നിട്ട് വാട്ടിസ് എവിടെ നിന്നാണ് മേടിക്കണമെന്ന് ചോദിക്കണേ. അതിനകത്ത് അപ്പോൾ ഇത്രയും നേരം ചെയ്ത പണി എന്തിനു വേണ്ടിയാണ്? ഈ അപ്പം എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയാണ്.
വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കില്ല, അതുപോലെയാണ് പരിപാടി. അപ്പം അതുപോലെ ഈ മദ്യത്തോട് കാണിക്കുന്ന ആക്രാന്തം പോലെ തന്നെ ആയിരിക്കണം, അതിനേക്കാൾ ടോപ്പ് ആക്രാന്തമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്താലും ദൈവസ്നേഹത്തിന് കൊടുക്കേണ്ടത്. മനസ്സിലായി? എന്ത് ചെയ്താലും. അപ്പം നിങ്ങൾ ഓർക്കണം, ഇപ്പം ഈ കൊച്ചുകൂട്ടം നേടിപ്പെടുന്നത് നമ്മുടെ ഒരു ക്രൂവാണ്, നമ്മുടെ സഹപ്രവർത്തകരാണ്. ഈ കക്ഷി മരക്കുരിശും പിടിച്ചുകൊണ്ട് 3 ദിവസം നടന്ന് എവിടെ പോയി? മലയാറ്റൂർ പോയി. അപ്പോൾ മലയാറ്റൂർ പോയിച്ചും ഈ കക്ഷി നല്ല വർഷങ്ങളായിട്ട് പോണതാണ്. അപ്പോൾ ഇന്നലെ എന്നോട് പറയുമായിരുന്നു, അച്ഛാ ഞങ്ങളുടെ കയ്യിൽ ഒരു വാച്ചുണ്ട്. അപ്പം ഞങ്ങൾ ഒരു നടന്ന് വെച്ച് വാച്ചിട്ട് നോക്കും എത്ര കിലോമീറ്റർ നടന്നെന്ന് വാച്ച് പറയുമെന്ന്. അതനുസരിച്ച് അത്രയും കലോറികൾ കത്തി മാറും. 2 ലക്ഷം സ്റ്റെപ്പുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഈ വാച്ചോട്ട് നോക്കിയപ്പോൾ മനസ്സിലായി മലയാറ്റൂർ എത്തിയപ്പോൾ 2 ലക്ഷം സ്റ്റെപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കിയിട്ട് എത്ര സ്റ്റെപ്പ് നടന്നു എന്ന് നോക്കണ്ടേ? ഇത് തന്നെയാണ് ഉടമ്പടി ജീവിതമെന്ന് പറയണത്. എന്താ കാര്യം? ഓരോരോ കാര്യങ്ങളും ചെയ്ത് വെച്ചും ദൈവസ്നേഹത്തിൽ എന്തുമാത്രം മുന്നോട്ടായെന്ന് നോക്കണം. പിടികിട്ടില്ലേ? ഓരോരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും ഓരോരോ ഉടമ്പടി എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴും ദൈവസ്നേഹത്തിൽ നിങ്ങൾ എന്തുമാത്രം വളർന്നുവെന്ന് നോക്കണം. അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ വളർച്ച ഒരു ആക്രാന്തം വെച്ച് കഴിഞ്ഞാൽ ബാക്കി 2 ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യും. എന്തൊക്കെയാണ്? പ്രത്യാശയും അതുപോലെ തന്നെ വിശ്വാസവും. നിങ്ങൾ വിശ്വാസത്തിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. മനസ്സിലായി? അണ്ടേ കൊണ്ടേ വളവടക്കം വെക്കണവരിരിക്കും. വിശ്വാസത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾ ദൈവസ്നേഹത്തിന്, കാര്യം സ്നേഹമാണ് എല്ലാത്തിനെയും വലുതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുമെന്ന് പറയും. ഇപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇത് ഏറ്റവും വലുത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 1 കൊരിന്ത്യസ് 13 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 13:13. 1 കൊരിന്തോസ് 13:13. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. ഒന്ന് പറഞ്ഞേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വിശ്വാസം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല, പ്രത്യാശയെ ഫോക്കസ് ചെയ്യരുത്, പ്രൈമറി ഫോക്കസ് കൊടുക്കരുത്. നിങ്ങൾ ഓർക്കുക, എങ്ങനെ വിശ്വാസം വളർത്താൻ പറ്റുമോ, എങ്ങനെ പ്രത്യാശ ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സ്നേഹത്തെ അഡ്രസ്സ് ചെയ്യണം. അതിനാവശ്യത്തിന് ഏറെ പ്രോഗ്രാം ഉടമ്പടിയിലുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവസ്നേഹത്തിൻ്റെ ആ ഓരോ സ്റ്റെപ്പ് കൂടുന്നുണ്ടോ നോക്കിയാൽ മതി. എല്ലാ കാര്യവും ചെയ്യേണ്ടത് എന്താണ്? ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? IELTS പാസ്സാകണേ, വസ്തുവിക്കാൻ പറ്റണേ, മകളെ കെട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആക്രാന്തം കാണിക്കരുത്. ദൈവസ്നേഹം കൂടണമെന്നാണ് പറയേണ്ടത്. പകരം വേണ്ടത് എന്താണ്? ദൈവസ്നേഹം. ഒന്ന് പറഞ്ഞേ. കർത്താവേ, എൻ്റെ നിയോഗങ്ങളില് ഞാൻ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങളില് നടക്കുന്ന പുരോഗതിയേക്കാൾ എന്റെ ജീവിതത്തില് ദൈവസ്നേഹത്തിന് പുരോഗതി ഉണ്ടാകാൻ ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം അറിയാമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ജോജി ഉണ്ടല്ലോ, ഈ ജോജി ഒരു ദിവസം ചേർത്തല ബസ് സ്റ്റാൻഡ്, ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ചേർത്തല ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴേ അവിടെ ഒരു കൃപാസനം പത്രം അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ബെഞ്ചിലിരിക്കണ.
അപ്പോൾ ഉടനെ ജോജിയുടെ തൊണ്ടയിടറി എൻ്റെ അമ്മേ എന്ന് വിളിച്ചു. എന്താ കാര്യം? അത് ഒരു കൃപാസനം പത്രം അനാഥമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം അത് എടുത്തിട്ട് കൊണ്ടുപോയി അത് അർഹമായ കരങ്ങളിൽ കൊടുത്തിട്ട് അമ്മയെക്കുറിച്ച് സംസാരിച്ച് അയാളെ കൊണ്ട് ആ ഉടമ്പടി എടുപ്പിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കിയിട്ടാണ് ചർച്ചയിൽ നിന്ന് പോയിരിക്കണത്. അത് പറയുമ്പോൾ ഈ മനുഷ്യൻ നിന്ന് കരയണിവിടെ. അതാണ് ദൈവസ്നേഹം എന്ന് പറയണത്. നിങ്ങൾ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. ഈ പത്രം അനാഥമായി കിടക്കണ കണ്ടപ്പോൾ കരഞ്ഞു പോയൊരു മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു, ഇതെല്ലാം ചെയ്യണത് ദൈവസ്നേഹത്തോടെയാണ്. അല്ല ആക്കാനും വേണ്ടി ഒക്കാനിക്കണ പോലെ കുമ്പസാരക്കൂടിൻ്റെ അടിക്കൊണ്ട് തട്ടിവെച്ച് ഓടിക്കളഞ്ഞ പാർട്ടിയല്ല ഇത്. അങ്ങനെയുള്ള കണ്ണാമൃഗങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇത് കൊടുക്കുമ്പോൾ ഒരു മിനിമം ദൈവസ്നേഹം നമ്മൾ തന്നെ ഗ്യാരണ്ടി ചെയ്യണം. ഇതെല്ലാം ചെയ്യണ കാര്യങ്ങളാണ്. എന്താണ്? കർത്താവേ, ഇത് വായിക്കുമ്പോൾ അങ്ങയെ അറിയാത്തത് അറിയുവാനും കഠിന മാനസ്ഥരുള്ളവർ മാനസാന്തരപ്പെട്ടുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കാനും അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയും ദൈവസ്നേഹവും പുലരുവാനും അവർ സുവിശേഷ സാക്ഷിയാകുവാനും അങ്ങനെ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചാണ് ഓരോ ശുശ്രൂഷയും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോഴാണ് നമ്മൾ എംപവർ എംപവർ എന്താണ്? ഈ മനുഷ്യൻ അതുകൊണ്ടാണ് അയാളെ ഉപ്പ് വിലയാപ്പിച്ച് ഇട്ട് വെച്ചും നേരെ ചെന്ന് സാറിനോട് പറയണം, സാറേ എൻ്റെ സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേരിന് പകരം വേറെ പേരാണ് കിടക്കണത്, അതുപോലെ തന്നെ എൻ്റെ വീട്ടുപേരിനും തെറ്റുണ്ട്, ഞാൻ ഗതി പിടിച്ചിട്ടില്ല എന്ന് പറയും. നിങ്ങൾ ഇന്ന പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സാറേ എന്ന് പറയും. അതായത് ഒറ്റ ദിവസത്തിനുള്ള ആ സബ്ജക്റ്റ് തിരുത്തി കൊടുക്കും. 20 കൊല്ലം ജോജി പറഞ്ഞ 15 ദിവസം എടുത്തോളെന്ന് പറഞ്ഞു. 15 ദിവസം എടുത്തോളെന്ന് പറഞ്ഞു. അതെല്ലാം വാങ്ങിക്കാനൊക്കെ ഒറ്റ ദിവസം എടുത്തു. പക്ഷേ 15 ദിവസത്തിനുള്ളിൽ അയാൾ ചെയ്തിട്ട് 20 കൊല്ലം നടക്കാഞ്ഞ കാര്യമാണ് 15 ദിവസത്തിനുള്ളിൽ നടന്ന് കൈ കിട്ടണത്. അതായത് നമ്മൾക്ക് എംപവറായി കഴിഞ്ഞാലേ നമ്മളിപ്പോൾ ദൈവത്തിന് തോന്നണം നമ്മൾ ദൈവത്തിൻ്റെ പുള്ളിയാണ്. അല്ല, നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇങ്ങനെ അലഞ്ഞു കെട്ടി ആലപ്പുഴ നടക്കണപ്പോൾ തോന്നരുത്. അത് വയറ്റിപ്പഴപ്പിന് വേണ്ടിയേ അലഞ്ഞു കെട്ടി ആലപ്പുഴ നടക്കണം ദൈവത്തിന് തോന്നരുത്. ദൈവത്തിന് വേണ്ടി നമ്മൾ അരമുറുക്കി ഇറങ്ങിയിരിക്കണം ദൈവത്തിന് തോന്നിയാൽ പടപടാന്ന് നടക്കും ഈ സംഭവം. അതെന്താണ്? അത് അവസാനം വരെ നിൽക്കും. നീ കയറി ചെല്ലുന്ന ഇടങ്ങളിലെ കർത്താവ് എന്താ പറഞ്ഞത്? ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശത്രുക്കളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. അപ്പം നിനക്ക് വിശ്വാസം മൂക്കുന്നതനുസരിച്ച് ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ചുകൊണ്ട് നിനക്ക് ദൈവത്തിൻ്റെ അധികാരമാണ് വർദ്ധിക്കണേ. കൈയടിക്കട്ടെ. എൻ്റെ വിഷയം എന്ന് പറയണത് ഒരു കാര്യമല്ലേ. അതായത് അടുത്ത കാര്യം ഇദ്ദേഹം പറയണത് അദ്ദേഹത്തിൻ്റെ മകൾക്കൊരു പ്രശ്നമുണ്ട്. 14 വയസ്സുണ്ട്. അവൾക്ക് 2 വയസ്സ് തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്വാസം അടച്ചു പോകും. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്വാസം അടക്കും. പിന്നെ തൊണ്ട കുരുങ്ങി ഛർദ്ദിക്കും. അപ്പോൾ വേണമെങ്കിൽ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ പാത്രത്തിൽ തന്നെ ഛർദ്ദിച്ചിടും. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. 14 വയസ്സുണ്ട് ഇപ്പം. അപ്പം ഇത്രയും നടന്ന് ഇതിന് മാറ്റം പല മരുന്നുകൾ കഴിച്ചിട്ട് മാറ്റമില്ല. അവസാനം എന്താ ചെയ്യണം? ഈ ഉടമ്പടി തൈലോ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. ആ പറയണ ഇപ്പം 3 കൊല്ലമായി കൊച്ചു ഛർദ്ദിച്ചിട്ടില്ല. ഇവിടെയൊക്കെ നിങ്ങളെ കൈയടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ ഓർക്കണത് ഇത് കൈയടിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കണത് ഉപ്പിൻ്റെ എത്തുന്ന സംഭവമുണ്ട് ഉടമ്പടി തൈലത്തിന്. അതിനകത്തുള്ള സംഭവം പുറത്തു വന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അധികാരം, ഈ വ്യക്തിക്ക് അധികാരം ഉണ്ടാകണം. അതാണ് വിഷയം. എന്താണ്? ഈ വ്യക്തിക്ക് ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ജീവിച്ചു, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുമ്പോഴേ അവർ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേ ദൈവത്തിൻ്റെ പവർ അടിക്കണം. അവിടെ അടിക്കും. എന്താ കാര്യം? അതുകൊണ്ട് നിഷ്കളങ്കമായിട്ട് നിങ്ങൾ ഡിസ്പോസിബിൾ ഉടമ്പടി എടുക്കരുത്. നിങ്ങളുടെ IELTS പാസ്സായി ഇനി വീട്ടിൽ കുത്തിയിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഡിസ്പോസിബിൾ ഉടമ്പടി. വസ്തു വിറ്റ് ഇനി എന്താ പ്രശ്നം? തീർന്നു. ഇനി എന്താ പ്രശ്നം? ഇനിയാണ് പ്രശ്നം മൊത്തം ഉള്ളത്.
ദൈവത്തിൽ നിന്ന് വല്ലതും വാങ്ങിച്ച് പോയിട്ടാ. പിന്നെ ഇപ്പോൾ ഓർക്കേണ്ട എന്താണ്? ദൈവത്തിൻ്റെ ചൈതന്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കാര്യം കാണാൻ വേണ്ടി കർത്താവിനെ ദുരുപയോഗിച്ച പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ ദൈവാധികാരം പ്രാപിക്കാനാണ് നോക്കേണ്ടത്. അതിനുള്ള സാധ്യതയാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അയാളുടെ ഇൻക്രിമെൻ്റ് കൂടുന്നില്ലായിരുന്നു അയാളുടെ കമ്പനിയിൽ. വേറെ കമ്പനി ജോലി കിട്ടി, 2 കൊല്ലമായിട്ട് കൂടുന്നില്ല. അയാൾ ഒറ്റ പ്രാവശ്യമേ പറഞ്ഞുള്ളൂ. ആ ഒറ്റ പ്രാവശ്യം ആ ഇൻക്രിമെൻ്റ് ഡബിളാക്കി കൊടുത്തു. എല്ലാവർക്കും കൊടുക്കുന്നതൊക്കെ ഇയാളുടെ സീനിയേഴ്സിനേക്കാൾ ഇരട്ടി ഇൻക്രിമെൻ്റ് കൂട്ടി കൊടുത്തു. ഇവൻ കൈവെക്കുന്ന സ്ഥലത്തെല്ലാം മാതാവ് ഒപ്പിടും. അതാണ് പ്രശ്നം. ഇവൻ നിങ്ങളൊരിക്കൽ സത്യമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ നിങ്ങൾ കൈവെക്കണ എല്ലാം അവൻ ചെയ്ത എല്ലാം ശുഭമാക്കുകയും ചെയ്തു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി 39:23. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ഇതാ സംഭവം. ഇത് പ്രൊക്ലമേഷനിലുള്ള, ഇത് പ്രോമിസിലുള്ളതാ. ദൈവമായിട്ട് നിന്ന് ജീവിച്ച് ദൈവത്തിനെങ്ങാനും കണ്ണി പിടിച്ചു പോയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പിന്നെ എന്താ നിലപാടെന്താ? അവൻ എന്താ ജോസഫിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കണം എന്ന് ചോദിക്കുക. ഉൽപ്പത്തി 39:23 വായിച്ചേ ഒന്നുകൂടി. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തില് കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം എന്താ? കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ഉടമ്പടി ഞങ്ങളോട് കൂടെ സഞ്ചരിച്ച് എല്ലാം ശുഭമാക്കുന്ന ദൈവമാതാവിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേക്കട്ടെ. നമ്മൾ ആദ്യം പാടിയ പാട്ടില്ല, അത് നമുക്കൊരു പാടാം. പാടിക്കൊണ്ട് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം. അച്ഛൻ വന്ന് കയറിയപ്പോൾ പാടിയ പാട്ടില്ലേ? എല്ലാവരും പാടണം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അച്ഛൻ വിവിധമായ രോഗങ്ങളെ ശാസിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചാരണം ചെയ്യുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇവിടെ പ്രാർത്ഥിക്കുന്നവരിൽ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിലെ ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കർത്താവിൻ്റെ അവകാശവും ഓഹരിയുമാകുന്ന തിരുസഭയിലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലും കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം അടിപ്പഴ പോലെ വൈതാഖനം പോലെ ദൈവികമായ ശക്തി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർഗരോഗങ്ങള്, തീരാവ്യാധികള്, ജീവദുരിതങ്ങള് യേശുവിൻ്റെ നാമത്തിൽ, മാർഗരോഗങ്ങള്, തീരാവ്യാധികള്, ജീവദുരിതങ്ങള് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്ധിബന്ധങ്ങളില്, മാംസപെസ്സുകളില്, രക്തഞരമ്പുകളില്, ശരീരകോശങ്ങളില് കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്ധിബന്ധങ്ങളില്, മാംസപെസ്സുകളില്, രക്തഞരമ്പുകളില് കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ശിശുരോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, പിച്ചുര രോഗങ്ങള്, കരൾ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഉദരരോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, അമാശയ രോഗങ്ങള്, തലച്ചോറ് രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, വലിയ രോഗങ്ങള് യേശുവിന്റെ ഉന്നതമായ നാമത്തില്, ശിശുപീഡകള്, പീഡരോഗങ്ങള് യേശുവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാറിയ രോഗങ്ങള്, പ്രശ്ന ക്യാൻസറുകള്, ഉദരരോഗങ്ങള് യേശുവിന്റെ നാമത്തില്, അർശസ് രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, അർശസ് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിന്റെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങള്, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങള്, അവർക്ക് ഉപരി വിദ്യാഭ്യാസത്തിന് ആവശ്യമായ റിസൾട്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതുപോലെ തന്നെ വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വിറ്റുമാറാത്തവർ, അതിൻ്റെ പേരിൽ കടങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തവർ, ജപ്തി നടപടികൾ നേരിടുന്നവർ, ജോലിക്ക് ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അതിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ ഒക്കെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വൈവാഹ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ വർഷങ്ങളായിട്ടും വിവാഹം ഒത്തുവരാത്തവർ, വിവാഹത്തിന് പിരിഞ്ഞുപോയ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കുന്നതിനെ പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്തവർ, അതുപോലെ വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, പലതരത്തിലുള്ള വിഷമത അനുഭവിക്കുന്ന, സാങ്കേതികവും നിയമപരമായ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ കൃപയിൽ അതെല്ലാം വിട്ടുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്യരാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ വിസ പ്രോസസ്സിംഗ് നടക്കുന്നവരെ, വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, തൊഴിൽ പ്രശ്നം അനുഭവിക്കുന്നവർ, അവിടെ മേലെല്ലാം ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ, ഗർഭിണികൾ, ഗർഭിണിയുടെ രോഗങ്ങൾ,
അതുപോലെ ആശുപത്രിയിൽ ആയിരിക്കുന്ന മക്കള് അവിടെ മേലെല്ലാം കർത്താവിന്റെ കണ്ണയ്ക്ക് വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപായോഗ്യതയാ. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വെളിച്ചമില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവ് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾക്ക് ജപ്തി നടപടികളെ, സാമ്പത്തിക കടങ്ങളാൽ കുട്ടികൾ വരുമാന മാർഗമില്ലാത്തവർ, ജീവിതമാർഗം മുട്ടിപ്പോയവര്, കർത്താവ് സാമ്പത്തിക കടങ്ങൾ അവകാശിക്കുന്ന കടക്കാർ, കടം കൊടുത്തുവിട്ടായില്ലാതെ കർത്താവ് നാടുവിട്ടു പോയാലെന്ന് ചിന്തിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത രീതികളിൽ ബാങ്ക് ജപ്തികളും നടപടികളുടെ സാമ്പത്തിക നടപടി നേരിടുന്നവരെ, പോലീസ് നടപടി നേരിടുന്നവരെ, കോടതി നടപടി നേരിടുന്നവരെ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാർഗതടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും മുട്ട നിൽക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹമാണ് ഏറ്റവും വലുതെന്ന് തിരുവചനത്തിലൂടെ ഈശോ വെളിപ്പെടുത്തുകയായിരുന്നു. ദേവാലയത്തിലേക്ക് കയറുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണം എന്ന തിരുവചനത്തിലൂടെ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം സൂക്ഷ്മതയോടെ പാലിക്കുവാൻ വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്